ദാസനും സന്നിഹിതരായിരിക്കുന്ന മറ്റ് കർത്തൃശുശ്രൂഷകന്മാർക്കും ദൈവവചനത്തെ സ്നേഹിച്ച് ദൈവസഭ കടന്നുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പ്രത്യേക വിഷയത്തിൻ്റെ ക്ലാസ്സുകൾ 4ാമത്തെ രാത്രി ഒടുവിലത്തെ രാത്രിയായിരുന്നു. ഞാൻ ആദ്യത്തെ ദിവസം നിങ്ങളെ ഓർപ്പിച്ചതുപോലെ വളരെ ബൃഹത്തായി സംസാരിക്കേണ്ട വിഷയം വളരെ ചുരുക്കി സംസാരിക്കുന്നുള്ള പരിമിതികൾ ഉണ്ടെന്നുള്ളത് എനിക്ക് നന്നായി അറിയാം. എങ്കിലും പ്രായോഗിക ജീവിതത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് കൂടുതൽ വിശദീകരണത്തിന് മുതിരാതെ ചുരുക്കമായി ഞാൻ ഈ വിഷയത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയായിരുന്നു. സ്തോത്രം. അത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയും തുടർന്നുള്ള സമയം ഇത്തിരി ചില മിനിറ്റുകൾ വൈകിയാണ് നമ്മൾ തുടങ്ങുന്നെങ്കിലും കൃത്യസമയത്ത് തന്നെ അവസാനിപ്പിക്കും. തുടർന്നുള്ള സമയം നമുക്ക് അനുഗ്രഹമായിരിക്കേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് കാര്യമായിട്ട് ആരും ഒന്നും ചോദിച്ചിട്ടില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാകുന്നുള്ളത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ചോദ്യങ്ങളില്ലാതിരിക്കാൻ വേറൊരു സാധ്യതയുണ്ടെന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. ഒന്നും മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാനൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല എന്ന് ഞാൻ കരുതട്ടെ. സ്തോത്രം. ഇന്ന് രാത്രി തുടർന്ന് നാം ദൈവവചനത്തിന് മുമ്പിലായിരിക്കുന്നത് നമുക്ക് അനുഗ്രഹമായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അനാദി നിർണയം എന്ന വിഷയമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ വസ്തുത, ഈ ദൈവവചന വെളിപ്പാട് നാം ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ നാം നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ അലഞ്ഞു പോകും, വരഞ്ഞു പോകും. നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ശുശ്രൂഷകളും ഒന്നും ഏതാണ്ട് ഒരു ലക്ഷ്യമില്ലാത്ത പോലെ ആയി പോകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നന്മയും തിന്മയും സമൂഹത്തിൽ നിലനിൽക്കുകയും കൂടുതൽ സമയങ്ങളിൽ തിന്മ ജയിക്കുകയും നന്മ അതിനെ പിൻപറ്റുന്നവരും കഷ്ടമനുഭവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തി നിൽക്കുന്നത് കൊണ്ട് പലപ്പോഴും ആളുകൾ അന്ധാളിച്ചു പോകാറുണ്ട്. എന്താ ഇത്? ദൈവം നീതിമാനും കരുതലുള്ളവരും സ്നേഹവും ഒക്കെ ആണെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇൻ കൺട്രോൾ. ദൈവം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നില്ലേ? ഇങ്ങനെ അറിയാതെ ചോദിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യ ചരിത്രത്തിൽ പല നിലകളിലുള്ള ചിന്താഗതികൾ രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ രൂപപ്പെട്ടുള്ള ചിന്താഗതി അനുസരിച്ച് ദൈവം നന്മയൊക്കെ സൃഷ്ടിച്ചു, തിന്മ സൃഷ്ടിക്കുന്ന മറ്റ് ഈവിൾ ഫോഴ്സസ് ഉണ്ട്, അവ അതിനെ ആധിപത്യം വഹിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ഉള്ള ചിന്താഗതികൾ വളരെ ശക്തമായി മനുഷ്യ ചരിത്രത്തിന്റെ പല സന്ദർഭങ്ങളിൽ രൂപപ്പെട്ടിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തെക്കുറിച്ച് ഇച്ചിരി കൂടി ഇങ്ങനെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് തോന്നി, നമ്മുടെയും ഇടയിൽ അങ്ങനെയുള്ളൊരു ചിന്ത ഇല്ലാതില്ലയോ, അതിൻ്റെ വേറൊരു രൂപം ഇല്ലേ എന്ന് ഞാൻ അതിശയിച്ചു. നമ്മൾ ചിന്തിക്കുന്നത് സകല തിന്മയും സകല കഷ്ടതയും സകല നഷ്ടങ്ങളും ഇതെല്ലാം പിശാചിൽ നിന്ന് വരുന്നു. കേൾക്കുന്നുണ്ടോ? ദൈവം നന്മ ചെയ്യുന്നു, പിശാചിനെ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് പിശാചിനെ ജയിച്ചുകൊണ്ടിരുന്നാൽ, അവനെ ഓടിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ നന്മയൊന്നും നഷ്ടപ്പെടുകയില്ല. ഞാൻ നന്മയെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗമികമായ വിഷയങ്ങളാണ്. ഇങ്ങനൊരു ചിന്ത നമ്മുടെ ഇടയിൽ വളരെ വളരെ ശക്തമായി നിലനിൽക്കുന്നതായി എനിക്ക് തോന്നുന്നു. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ. സഹോദരങ്ങളെ, നമ്മൾ ഇതിന്റെ മുമ്പിൽ ദൈവവചന സത്യം എന്താണെന്നുള്ളത് കൃത്യമായി ഗ്രഹിച്ചില്ലെങ്കിൽ നമുക്ക് പരാജയമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മളുടെ ഒരു നല്ല ഭാഗം ആത്മീക ശുശ്രൂഷകളും പിശാചിനെ എങ്ങനെങ്കിലും തുരത്തി അവനെ കീഴ്പ്പെടുത്തി അവൻ കൈക്കലാക്കുന്ന നമ്മുടെ ഭൗമിക നന്മകൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു ഉദ്യമമായി നാം പൊതുവെ കാണുകയാണ്. It's because of this idea, this erroneous idea, that quite often most of our spiritual exercises and ministries are intended to be means whereby we overpower Satan and recapture our material blessings that he has captured.
കൂടെ ഉണ്ടല്ലോ എല്ലാവരും. ആർക്കെങ്കിലും മനസ്സിലാകുമെങ്കിലെന്ന് വിചാരിച്ചാൽ ഞാൻ ഇംഗ്ലീഷിലും കൂടെ ഒന്ന് പറഞ്ഞത്. സൗകര്യങ്ങളെ, ഞാൻ കുറച്ചൊന്നുള്ള മുമ്പ് ഒരു പുസ്തകം വായിച്ചു. ഞാൻ അതിശയം വിചാരിച്ചു. കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂളിൻ്റെ ഒരു മത്സരത്തിൽ സമ്മാനം കിട്ടിയ പുസ്തകമായിരുന്നു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ മറിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഏദനിൽ പിശാച് നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും തട്ടിപ്പറിച്ചു. ഏദനിൽ വെച്ച് പിശാച് തട്ടിപ്പറിച്ചതൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കണം. അത് തിരിച്ചു പിടിക്കാൻ യേശുക്രിസ്തു വന്നൊരു വഴി തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ ശക്തിയിൽ നമ്മുടെ നന്മകളെല്ലാം തിരിച്ചു പിടിക്കണം. എന്നിട്ട് അതിനകത്ത് താഴോട്ട് പറയുന്ന വിശദീകരണം, അതിനകത്ത് ഒരു കാര്യം സത്യമാണ്, അത്രയും പറഞ്ഞതിനകത്തൊന്നും സത്യമാണ്. പിശാച് തട്ടിപ്പറിച്ചത് ദൈവ സംസർഗവും ദൈവ സാന്നിധ്യവും ആത്മീയ ചൈതന്യവും ഒക്കെ. അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ തട്ടിപ്പറിച്ച് പിടിച്ചു മേടിക്കുക. നമ്മൾ ക്രിസ്തുവിലായി അത് അനുഭവിക്കുക. കേൾക്കുന്നുണ്ട്? നമ്മൾ പിടിച്ചു പറിക്കുകയല്ല, നമ്മൾ ക്രിസ്തുവിലാകുമ്പോൾ നമ്മളത് അനുഭവിക്കുക. അത് ഒരു ചെറിയ ഭാഗം അതിനകത്ത് അത്രയും സത്യമുണ്ടെന്ന് പറയാം. പക്ഷേ അതിന് താഴോട്ട് പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിൽ പിന്നെ ഒരു നദി ഉണ്ടായിരുന്നു, അതിന് 4 ശാഖയുണ്ടായിരുന്നു. പീശോൻ, അവിടെ ഗുൽഗുലുണ്ട്, പിന്നെ അവിടെ പൊന്നുണ്ട്, അവിടുത്തെ പൊന്ന് മേത്തരമ, ഇതെല്ലാം ഭൂമിയിൽ ഒത്തിരി പൊന്നുമെല്ലാം ഉണ്ടായിരുന്നു. ആ പൊന്നുമെല്ലാം പിശാച് തട്ടിപ്പറിച്ചു. മനസ്സിലാവുന്നുണ്ട്? അതെല്ലാം നമുക്കിപ്പം അവനെ കീഴ്പ്പെടുത്തി തിരിച്ചു പിടിക്കണം. എല്ലാം കൂടെ ഉണ്ടാവും. ഇത് എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞ ആശയം ഇതുപോലെ ഇങ്ങനെ താഴോട്ട് പറയും. കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇത് തിരികെ കയറ്റുക. ഞാനിത് സംഘടിപ്പിക്കുകയും സമ്മാനം കൊടുക്കുകയും ചെയ്ത് ദേവദാസന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇത് എന്നതാ എന്തുവാ മേടിച്ചു കൊടുക്കുന്നതെന്ന് ഒന്നുകൂടെ നോക്കി വെച്ച് മേടിച്ചു കൊടുക്കണം. അവരോട് പറഞ്ഞത് വാച്ച് ടവർ സൊസൈറ്റിയിലെ യഹോവ സാക്ഷികളുടെ പുസ്തകങ്ങളാണെങ്കിൽ വിലക്കുറവും പുറമെ നോക്കിയ മനോഹരവുമായിരിക്കും. അത് ശരി, പുസ്തകം ക്രിസ്ത്യൻ, ഓക്കെ, ബൈബിൾ, ഓക്കെ, വാച്ച് ടവർ സൊസൈറ്റി, ഓക്കെ, കൊള്ളാം, ബൈബിൾ സ്റ്റുഡൻറ്, ഇന്റർനാഷണൽ ബൈബിൾ സ്റ്റുഡൻസ് അസോസിയേഷൻ, താഴെയുണ്ട്, കുഴപ്പമില്ല. വില കുറവ്, നിറമുള്ളത് എന്ന് കണ്ടേച്ച്, മനസ്സിലായോ? ഇങ്ങനൊന്നും മേടിച്ച് കൊടുത്തേക്കരുത്. യഹോവ സാക്ഷിയുടെ പുസ്തകം ഒന്ന് നോക്കിച്ചേ കൊടുക്കാവൂ. ഞാനീ പറഞ്ഞ യഹോവ സാക്ഷിയുടെ പുസ്തകമല്ല, നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്ന പുസ്തകങ്ങളിൽ ഒന്നാണ്. എല്ലാവരും കൂടെ ഉണ്ടല്ലോ. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യ ചരിത്രത്തിൽ പല കാലങ്ങളിൽ ഉണ്ടായ ഈ ചിന്താഗതി പോലെ നന്മയും നന്മയെന്ന് അവർ പറയുന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് സന്തോഷകരവും അനുകൂലവുമായ സാഹചര്യങ്ങൾ എല്ലാം ദൈവത്തിൽ നിന്നും, ദുഃഖകരവും പ്രതികൂലവുമായ എല്ലാ സാഹചര്യങ്ങളും പിശാചിൽ നിന്നുള്ള ആ ചിന്ത കൊണ്ട്, മനസ്സിലായോ? ആ ചിന്ത കൊണ്ടാണ്. എന്നാൽ നിങ്ങളൊരു കാര്യം മറന്നു പോകല്ല, എല്ലാറ്റിൻ്റെയും ആത്യന്തികമായ നിയന്ത്രണവും കർത്തൃത്വവും നമ്മുടെ കർത്താവിന്റെ കൈകളിൽ തന്നെയാണ്. ഇവിടെ ചെറുതായാലും വലുതായാലും എൻ്റെ ദൈവത്തിന്റെ അറിവും അനുവാദവും കൂടാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ ആദ്യത്തെ ദിവസം നിങ്ങളെ കുറെ വാക്കുകൾ ഞാൻ വായിച്ചു കേൾപ്പിച്ചു. കർത്താവ് കൽപ്പിച്ചിട്ടല്ലാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത്. സ്തോത്രം. ചെറുതായാലും വലുതായാലും. കാശിന് 5 കുരുകില്ല, 2 കാശ് 5 കുരുകില്ല, കാശിന് 2 കാശിന് 5, ഒന്നിനെ ചുമ്മാ കൊടുക്കുന്ന അതിലൊന്നുപോലും ചുമ്മാ അത് താഴോട്ടൊന്ന് വീഴുന്നത് പോലും പിതാവ് അറിഞ്ഞും അനുവദിച്ചിട്ടുമാണെന്ന്. സ്തോത്രം. അപ്പോൾ ഇവിടെ നടക്കുന്ന സകലവും, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വ്യഥകളും ദുഃഖങ്ങളും കഷ്ടങ്ങളും രോഗങ്ങളും പോലും ദൈവം അറിഞ്ഞിട്ടും നാം ദൈവകൃപ നിൽക്കുന്നവരെങ്കിൽ ദൈവം അനുവദിച്ചിട്ടുമാണ് ഉണ്ടാകുന്നത്. ആ അനുവദിക്കുന്നതിലൂടെ ദൈവത്തിന് നമ്മൾ എന്തോ ഒരു കാര്യം സാധിക്കാനുണ്ട്. അതെന്താണെന്ന് അന്വേഷിക്കുകയാണ് നമ്മൾ വേണ്ടത്. സ്തോത്രം. ഈ സത്യം നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ ഇതെല്ലാം അനാദിയിലെ ഒരു നിർണയത്തിന്റെ ഫലമായി ദൈവം അനുവദിക്കുന്നതാണ്. സ്തോത്രം. ആ വാക്യം ഒന്നുകൂടെ വായിച്ച് തൊഴിൽ ദിവസമാണ്. ആ വാക്യം ഒന്നുകൂടെ വായിച്ചിട്ട് നമ്മൾ എഫേസ്യ ലേഖനം 3-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ ഒന്നുകൂടെ വായിച്ചാണ്. എഫേസ്യർ 3-ന്റെ 9, 10, 11. അറിയായി വരുന്നു. താങ്ക് യു. അതായത് അനാദി നിർണയം യേശുക്രിസ്തു നിവർത്തിച്ചു. അത് സഭയിൽ വെളിപ്പെട്ടിരിക്കുന്നു.
അപ്പോൾ അനാദി നിർണയം സഭയെ സംബന്ധിച്ചതാണ്. സ്തോത്രം. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു നിർത്തിയത് ആ അനാദി നിർണയത്തിന് നിവൃത്തിയാണ് യേശു ക്രിസ്തുവിൽ കണ്ടത് എന്നുള്ളതാണ്. സ്തോത്രം. അതായത് യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്ന് മനുഷ്യരിൽ നമ്മൾ ഓരോരുത്തരെയും നമ്മൾ ഏതൊരുവനെയും പോലെ ഈ ഭൂമിയിൽ കഷ്ടമനുഭവിച്ച് ജീവിച്ചു. പക്ഷെ ഇവിടെ വളരെ സൂക്ഷിക്കണം, പാപമൊഴികെ. പാപപ്രകൃതം കർത്താവിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവൻ ദൈവമായിരുന്നു. അതിനാൽ അവൻ പാപം ചെയ്യുന്നതിന് മീതെ ആയിരുന്നു. യേശുക്രിസ്തു പരീക്ഷകൾക്ക് സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. യേശുക്രിസ്തു പരീക്ഷ അനുഭവിച്ചതും നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന രണ്ട് നിലയിലാണ്. മറ്റേതൊരു ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചതാണ്. സ്തോത്രം. ഇത് അനേകർക്കും തെറ്റുന്നത് കൊണ്ട് ഇവിടെ ഒന്ന് ആവർത്തിക്കുന്നു. നോക്കണേ, നമ്മുടെ പ്രലോഭനങ്ങൾ, അവർ ടെംപ്റ്റേഷൻസ് ഇമാനേറ്റ് ഫ്രം ഇൻസൈഡ്. നമ്മുടെ അകത്തൂന്ന് ഇങ്ങനെ പുറത്തോട്ടാണ് പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. അകത്തൂന്നായി തുടങ്ങുന്നത്. ദ ഒറിജിൻ ഈസ് വിതിൻ. നമ്മുടെ അകത്താണ് നമ്മുടെ പ്രലോഭനങ്ങളുടെ ഉറവിടം. എന്നാൽ ശ്രദ്ധിച്ചേ, യേശുക്രിസ്തുവിൽ പുറത്തൂന്ന് അങ്ങോട്ട് ആ ചിന്ത ചെലുത്താൻ പിശാച് ശ്രമിക്കുകയായിരുന്നു. മനസ്സിലാവുന്നതല്ലോ? സ്തോത്രം. പുറത്തൂന്ന് അങ്ങോട്ട് ചെലുത്താൻ. സ്തോത്രം. അവന്റെ ആളത്വത്തിന്റെ പ്രത്യേകത ഉണ്ട്. ആ ചിന്തയെ അവന് ചെലുത്തുവാൻ കഴിയാത്ത വിധം അവൻ തികഞ്ഞവനായിരുന്നു. മനസ്സിലാവുന്നല്ലോ? ആന്തരിക ആളത്വത്തിൽ തികവുള്ളവനായിരുന്നു. സോ ജീസസ് വാസ് എബോവ് സിന്നിങ്. പാപം ചെയ്യുന്നതിന് മീതെയായിരുന്നു കർത്താവ്. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. ഇത് ഓർത്തുകൊള്ളണം. നമ്മളിൽ ഏതൊരുനെയും പോലെ കർത്താവ് വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ സത്യം നമ്മളാരും മറന്നു പോകരുത്. പാപം ഒഴികെ സകലത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളോട് താദാത്മ്യപ്പെടാനാണ് കർത്താവ്. അതുകൊണ്ടാണ് പത്രോസിന് 1:2 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നാം പാപം സംബന്ധിച്ചു മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ. സ്തോത്രം. കർത്താവ് പാപങ്ങളെ ചുമന്നത് ശരീരത്തിലാണ്. നമ്മുടെ പാപത്തിന്റെ കേന്ദ്രം ശരീരമാണോ ആന്തരികമാണ്? ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ. സ്തോത്രം. നമ്മുടെ പാപം ആന്തരിക പ്രകൃതത്തിലാണ്. നാം പാപികളാണ്. അതാണ് പാപപ്രകൃതമുള്ളവരാണ്. നമ്മുടെ ആന്തരിക പ്രകൃതമാണ് പാപമംഗിലം. സ്തോത്രം. എന്നാൽ സ്തോത്രം, കർത്താവ് നമ്മുടെ പാപം വഹിച്ചു എന്ന് പറയുമ്പോൾ ആന്തരിക പ്രകൃതത്തിൽ നമ്മളെ പോലെ പാപിയായി നല്ല അർത്ഥം. സ്തോത്രം. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപിയാക്കിയില്ല, പാപം ആക്കി. 2 കൊരിന്ത്യർ 5 വാക്യം ഇപ്പൊ പറഞ്ഞത് നേരമില്ല. അതുകൊണ്ട് ഒന്നും വായിപ്പിക്കുന്നില്ല. സ്തോത്രം. തെറ്റരുതെന്നുള്ളത് കൊണ്ട് ഒരു മുന്നറിയിപ്പ് പോലെ ചെറിയ വാക്കുകൾ വിശദീകരണം പറഞ്ഞു പോവുകയാണ്. പാപമാക്കി, പാപിയാക്കിയില്ല. മനസ്സിലായോ? സ്തോത്രം. പാപിയാക്കാൻ ഒക്കുകയില്ല. അങ്ങനെ ദൈവം മാറ്റമില്ലാത്തവനെ, അവിടുന്ന് ദൈവമായതുകൊണ്ട്. സ്തോത്രം. സ്തോത്രം. ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, അങ്ങനെ കർത്താവിൽ അനാദിയിലെ നിർണയം നിവർത്തിച്ചു. ആ നിവർത്തിക്കപ്പെട്ട അനാദി നിർണയത്തിന്റെ ഫലമായി സ്തോത്രം ദൈവസഭ വെളിപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ അനാദി നിർണയം ദൈവസഭയെ സംബന്ധിക്കുന്നതാണ്. ദൈവസഭയോ ജീവനേക്കാളേറെ കർത്താവിനെ സ്നേഹിക്കുന്ന സ്തോത്രം സമർപ്പിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സമൂഹമാണ് ദൈവത്തിന്റെ തിരുസഭ. സ്തോത്രം. നാം കർത്താവിനോടുള്ള കൂട്ടവകാശികളായി നിത്യതയിൽ നിത്യജീവനിൽ ഓഹരിക്കാരായി നിലനിൽക്കുവാനുള്ളവരാണ്. സ്തോത്രം. നിത്യജീവനിൽ ഓഹരിക്കാരായി ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളായി നിലനിൽക്കണമെങ്കിൽ ആ കർത്താവിന്റെ പ്രകൃതത്തോടെ താദാത്മ്യപ്പെടണം. കേൾക്കുന്നുണ്ടേ? സ്തോത്രം. സ്തോത്രം. ആമോസിന്റെ പ്രവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അതിന്റെ 3-ാമത്തെ അധ്യായം, അതിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആമോസിന്റെ പ്രവചനം 3:2. ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ആകൃത്യമൊക്കെയും നിങ്ങൾ സന്ദർശിക്കും. 2 പേര് തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? കണ്ടോ? 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുകയില്ല. സഹയാത്രികരാകണയിൽ പോലും മനപ്പൊരുത്തം വേണം.
വേണ്ടേ? സ്തോത്രം. To be co-travelers, you have to have an affinity of the inner nature. അല്ലെങ്കിൽ co-travelers, സഹയാത്രികർ പോലും ആരോഗ്യമില്ല. ഞാൻ മറക്കാത്തൊരു സംഭവമുണ്ട്. 1999 ഡിസംബറിൽ ഞാനിവിടെ വന്നിട്ട്, that was my first trip to Doha. I was flying back on the 24th of December നൈറ്റ് ഫ്ലൈറ്റിൽ ഞാൻ ഖത്തർ എയർവേസിൽ തിരിച്ചു പോവാം. ഭയങ്കര പാക്ഡ് ആയിരുന്നു. എനിക്ക് അത്യാവശ്യമായ യോഗങ്ങൾ സംബന്ധിക്കൊണ്ട് ചില സഹോദരന്മാർ വളരെ അതിന് എക്സ്ട്രാ പണമൊക്കെ മുടക്കിയാണ് ആ സീറ്റ് അത് കൺഫേം ചെയ്ത് കിട്ടിയതെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. പോകുമ്പോൾ 3 പേര് ഇരിക്കുന്നുണ്ട്. എൻ്റെ സീറ്റ് നടുക്കാം, എൻ്റെ ഇടവും വലുവും. ഒന്ന് ഒരു ക്രിസ്ത്യാനി, മറ്റൊരു ഹൈന്ദവനും, 2 പേര് എൻ്റെ ഇടവും വരെ ഇരിപ്പുണ്ട്. 24th നൈറ്റ് നിങ്ങൾക്ക് ഓർത്ത് നോക്കാം. ഇത് ഫ്രീയാ, ഏതാ മദ്യം ഫ്രീ ആണ് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ പരസ്പരം പരിചയപ്പെട്ടു. ഒരാൾ പറഞ്ഞു മാത്യു ആണ്, മറ്റേ ആള് ഏതോ ഗോപാലകൃഷ്ണ പിള്ളി സംബടി ലൈക്ക് ദാറ്റ്. I remember. I don't exactly remember the name. പറഞ്ഞു വന്നപ്പോൾ ഇവർ 2 പേര് ഞാൻ പറഞ്ഞു എനിക്ക് വേണം. ഇന്ന് നല്ലൊരു ക്രിസ്തുമസ് ആയിക്കോട്ടെ, ഇവൻ ഹിന്ദുവായി ഞാൻ ഈശോ മിശിഹായുടെ പിറന്നാൾ ആഘോഷിക്കുന്നെങ്കിൽ നിങ്ങൾ സത്യക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നിങ്ങൾ ഉപദേശിക്കുന്നു. ഇതെന്തൊരു വിരോധാഭാസം. എൻ്റെ സഹോദരങ്ങളെ, ഇതൊരു വിഷമമാണ്. ഞാൻ പറഞ്ഞു ഞാൻ എന്നെ ഇവിടെ ഇരുത്താമോ, അങ്ങേ അയൽ സീറ്റിൽ ഇരുത്താമോ എന്ന് ചോദിച്ചു. നിങ്ങൾ അതിരിക്കാൻ സത്യക്രിസ്ത്യാനി. പിന്നെ ഒടുവിൽ അസഹ്യമായി കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് വേറൊരാളിൻ്റെ സീറ്റ് എയർ പ്രോസസ്സിന് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്ത് തന്നു. അതായത് വലിയ സന്തോഷം. ഞാൻ വിളിക്കണമെന്ന് പറഞ്ഞു. മറ്റേ ആൾ ഭയങ്കര സന്തോഷം. അയാളുടെ അടുത്തിരിക്കുന്നയാൾ അവരോട് കൂടുന്നില്ലെന്നുകൊണ്ട് അവന് ഇച്ചിരി ഇച്ഛാപാകത്തിൽ ഇരിക്കുമ്പോഴേ ഇങ്ങനൊരു സന്തോഷം പോരെ വരുന്നു. ഇവിടെ ഭയങ്കര ആഘോഷമായിരുന്നു കേട്ടോ. സഹയാത്രികരാകണേ പോലും എന്തോ വേണം, ഒരു മനപ്പൊരുത്തം. അങ്ങനെയാണെങ്കിൽ നിത്യത മുഴുവൻ ഒരുമിച്ച് എൻ്റെ ഇഷ്ടപ്പെട്ട കർത്താവിൻ്റെ കൂട്ടവകാശികളായി നമ്മൾ നിലനിൽക്കണമെങ്കിൽ ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി, കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന് സ്തോത്രം നാം കൂട്ടാളികളായെങ്കിൽ മാത്രമേ സ്തോത്രം അതിൽ നാം പങ്കാളികൾ, അവരോടുകൂടി കൂട്ടവകാശികളാകുവാൻ കഴിയുള്ളൂ. അതാണ് പത്രോസിന്റെ 2-ാമത്തെ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം 4-ാം വാക്യത്തിന്റെ ഉടലത്തെ ഭാഗത്തുകൊണ്ട് ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. കൂട്ടവകാശികളാകണമെങ്കിൽ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികൾ ആകണം. സ്തോത്രം. നമ്മൾ അതിന് സമർപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അതിന് മാതൃക കാണിക്കാൻ എന്റെ കർത്താവിനുണ്ടാവാറുണ്ട്. യേശുക്രിസ്തുവിന്റെ മീൻസ് ഐഹിക ശുശ്രൂഷയുടെ ആത്യന്തികമായ ലക്ഷ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നമുക്കൊരു മാതൃക കാണിക്കുക. സ്തോത്രം. നാം പിന്തുടരേണ്ടതിന് അവിടുന്ന് ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. സ്തോത്രം. കർത്താവ് ജീവിച്ചതുപോലെ അവൻ നടന്നതുപോലെ നമ്മൾ നടക്കേണ്ടതാകുന്നു. സ്തോത്രം. ഓക്കെ, അതാ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ സ്റ്റാൻഡേർഡ്, അത് നമ്മൾ മറന്നു പോകരുത്. ആ സ്റ്റാൻഡേർഡിന് പ്രകാരം നമ്മൾ ജീവിക്കുവാൻ ഉത്സാഹിക്കേണ്ടതാണ്. എല്ലാവരും കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മളെ കൊണ്ട് സ്വയം അത് കഴിയുകയില്ല. അതുകൊണ്ടാണ് ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. അതിന് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ തന്നെ താൻ ഒഴിച്ചു എന്ന് കാണുന്നുണ്ട്. ലേഖനത്തിൽ സ്തോത്രം തിയോളജിയിലെ വലിയൊരു വിവാദ പോയിന്റാണ് കെനോസിസ്. അറിയാമല്ലോ, തന്നെത്താൻ ഒഴിച്ചു. കർത്താവ് തന്നെത്താൻ ഒഴിച്ചു എന്ന് പറയുമ്പോൾ ചില ആളുകൾ എന്ന് പറയുന്നത് ദിവ്യത്വം ഒഴിച്ചെന്നും ദൈവത്വത്തിന്റെ ഒരു ഭാഗം ഒഴിച്ചെന്നും ഇങ്ങനെ ഒക്കെ പറയുന്നവരുണ്ട്. അതൊക്കെ വേദപുസ്തകം അംഗീകരിക്കേണ്ട കാര്യമല്ല, തെറ്റാണ്. അവിടെ തന്നെത്താൻ ഒഴിച്ചു എന്നുള്ളത് ഞാൻ വലിയ ദീർഘമായ തിയോളജിക്കൽ ഡിസ്കഷൻ പോലെങ്കിലും എൻ്റെ മെയിൻ ഐഡിയ സ്വയത്തോട് നോ പറഞ്ഞു. തന്റെ സ്വയത്തോട് നോ പറഞ്ഞു. അതായത് അവിടുത്തെ ദിവ്യത്വം അല്ലെങ്കിൽ ദൈവത്വം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം പിതാവിന്റെ തിരുവിഷ്ടത്തിന് സമർപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് എന്റെ കർത്താവ് ഇടയ്ക്കിടയ്ക്ക് പറയും, എന്റെ ഉപദേശം എന്റേതല്ല,
എന്നെ അയച്ച പിതാവിന്റെ അത്രേ. എന്നെ അയച്ചവനെ ഇഷ്ടം ചെയ്ത് അവന്റെ പേരെ നീക്കുന്നതാണ് എനിക്ക് ആഹാരം പോലും. സ്തോത്രം. നോക്കട്ടെ, എനിക്ക് സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല, പിതാവ് ചെയ്ത് കാണുന്നതേ ഞാൻ ചെയ്യുകയുള്ളൂ. അതിന്റെ കൂടെ പറയും ഞാനും പിതാവ് ഒന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഞാനും പിതാവും ദൈവത്തോട് ഞാൻ സമനും. സ്തോത്രം. ത്രിയേകത്വത്തിലെ ഒരാളത്വമായിരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി താഴ്ച വന്നവൻ, നമ്മെ സമ്പന്നനാക്കുവാൻ അവൻ ദരിദ്രനായി തീർന്നു. തന്നെത്താൻ ഒഴിച്ചു, തന്റെ സ്വയത്തോട് നോ പറഞ്ഞു. ഇത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ ജീവിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ മരണം എന്റെ മരണമാണ്, നമ്മൾ അംഗീകരിക്കണം. സ്തോത്രം. ആ ഭാഗമാണ് ഞാൻ ഇതിൽ ഒടുവിൽ പറഞ്ഞു നിർത്തിയത്. അവന്റെ മരണം എന്റെ മരണമാണ്. ആ രക്തത്തിൽ എനിക്ക് പങ്കുണ്ട്. സ്തോത്രം. രക്തത്തെ കുറിച്ച് ഞാൻ പറഞ്ഞതിനെ സംബന്ധിച്ച് ഇച്ചിരി വിശദീകരണം വേണം. എന്നോട് ആരോ പറഞ്ഞതായിരുന്നു, ഏതോ ഒരു യോഗത്തിൽ ഞാൻ പറഞ്ഞതാണ്. അതായത് ഞാൻ പറഞ്ഞു, യേശുവിന്റെ രക്തം നമ്മൾ തളിക്കുകയല്ല. വേറെ പുസ്തകം പറയുന്ന കാര്യം ഞാൻ പറയുന്നേ, നമ്മൾ തളിക്കപ്പെടുകയാണ്, നമ്മൾ തളിക്കുകയല്ല. ആ രക്തത്താൽ നാം തളിക്കപ്പെടുകയാണ്. തളിക്കുന്നവൻ ദൈവമാണ്. ഇനി തളിക്കപ്പെടുന്നത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. വായിച്ച 1-2 വാക്യങ്ങളൊന്നും വായിച്ചാൽ അത് അസ്ഥാനത്തല്ലല്ലോ. സ്തോത്രം. വിശദീകരണം ആവശ്യമുള്ളതാണല്ലോ. എബ്രായർ 10:22 വായിച്ചേ. ഹീബ്രൂസ് 10:22 വായിച്ചാൽ മതി, നേരം കുറവായതുകൊണ്ട്. ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും. 1 പത്രോസ് 1:2 ഒന്ന് വായിക്കാമോ? 1 പത്രോസ് 1:2. 1 പത്രോസ് 1:2. അതെ, 1 പത്രോസ് 1:2. കേട്ടോ, 1 പത്രോസ് 1:2 കേട്ടോ. ഓക്കെ, ഇത് ശരിയായല്ലോ. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തം തളിച്ചോണ്ട് നടക്കുന്നവരായിട്ടല്ല, യേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവർ. തളിക്കുന്നത് ദൈവമാണ്. നാം നമ്മുടെ ഹൃദയം തുറക്കുകയാണ്. തളിക്കപ്പെടുവാൻ നാം നമ്മുടെ ഹൃദയം തുറക്കുകയാണ്. അതേ, എന്റെ ഹൃദയത്തിലുണ്ട്. നമ്മൾ എങ്ങനെയോ നമ്മൾ അറിയാതൊരു കുളിച്ചു തോർത്തി കയറിപ്പോയി എന്നുള്ളതാണ്. നമ്മൾ ഈ ജ്ഞാനകീർത്തനങ്ങളിലുള്ളൊരു പാട്ട് നമ്മൾ പാടുന്ന Have you been to Jesus for the cleansing? Are you washed in the blood of the Lamb? ആ പാട്ടിന്റെ തർജ്ജമയാ കുളിച്ചോ കുഞ്ഞാൻ. നമ്മളത് പാടി രക്തത്തിൽ കുളിച്ച് കയറി പോവുക, ചോരക്കുളം അവിടെ കിടപ്പുണ്ട്, എല്ലാം മുങ്ങ കുളിക്കുക, പുറത്ത് കയറി പോവുക എന്നുള്ളൊരു ചിന്തയായി. അങ്ങനല്ല. ശുദ്ധീകരിക്കപ്പെട്ടോ എന്ന അർത്ഥത്തിലാണ് കുളിച്ചോ എന്ന് ഉദ്ദേശിക്കുന്നത്. നിർമ്മലരായോ, മനസാക്ഷി നിർമ്മലീകരിക്കപ്പെട്ടോ കുഞ്ഞാറ്റിന്റെ രക്തത്തിൽ എന്ന് പാടുന്ന നല്ലത്. മനസ്സിലായല്ലോ? നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കുക. And God sprinkles the atoning blood of the Lamb into the open heart of the believer. Thereby he is cleansed of evil conscience too. നമ്മൾ തളിക്കപ്പെടുകയാണ്. സ്തോത്രം. എന്നിട്ട് ആ രക്തം എന്നിലുണ്ട്, എന്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് ആ രക്തത്താൽ ഞാൻ ജയിക്കുന്നു എന്ന് എനിക്ക് വിളിച്ചു പറയാൻ കഴിയും. അതാണ് കുഞ്ഞാട് രക്തമുഖാന്തരവും തങ്ങളുടെ സാക്ഷിയും വചനത്താലും സാത്താനെ ജയിച്ചു. അവിടെ നമുക്ക് ഏറ്റു പറയാൻ കഴിയും, യേശുവിന്റെ തളിക്കപ്പെട്ട രക്തത്താൽ ഞാൻ ജയമെടുക്കുന്നു. മനസ്സിലായോ? നമുക്ക് എപ്പോഴും ഏറ്റു പറയാൻ കഴിയും, യേശു ക്രിസ്തു തളിക്കപ്പെട്ട രക്തത്താൽ എന്റെ വീണ്ടെടുപ്പ് സാധിച്ചു. ആ രക്തം എന്നെ തളിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ വകയാണ്. അതാണ് കുഞ്ഞാട് രക്തമുഖാന്തരവും തങ്ങളുടെ സാക്ഷി വചനത്താലും സാത്താനെ ജയിച്ചു. പിശാചിന് നമ്മുടെ ഒരവകാശവുമില്ല, അവന് നമ്മളോട് ഒരു കാര്യവുമില്ല. സ്തോത്രം. എന്റെ മുഴുവൻ വില കൊടുത്ത കർത്താവ് വാങ്ങി. ഞാനൊരു ദൈവത്തിന്റെ വകയാണ്. രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഈ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. മറ്റേ ക്ലാസ്സുകളൊക്കെ വിശദീകരിച്ച സീരീസിലൊക്കെ ഉണ്ടല്ലോ. സ്തോത്രം. ന്യായമായ വിശദീകരണം വ്യക്തിയുടെ ചോദിച്ചാൽ പറയുകയും ചെയ്യാം. സ്തോത്രമായിട്ട് ഞാൻ മുമ്പോട്ട് പോയിക്കൊള്ളട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഇനി നമ്മൾ കർത്താവിന്റെ വകെ. അതുകൊണ്ടാണ് ശരിക്കും ഈ സുവിശേഷം പറഞ്ഞു കേട്ടാൽ ഉള്ളിലൊരു കുത്തലുണ്ടാകും.
മനസ്സിലാവുന്നുണ്ടല്ലോ? ശരി, സുവിശേഷം ഉള്ളിൽ ഒരു കുത്തലുണ്ടാക്കും. സ്തോത്രം. 1-ാം നൂറ്റാണ്ടിൽ അപ്പസ്തലന്മാർ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ കേട്ടവർക്ക് ആകെ കൂടി വിഷമം. ചില വാക്യം ഒന്ന് വായിച്ചാൽ കൊള്ളാമായിരുന്നു. പ്രവർത്തന പുസ്തകം 2-36 വാക്യം ഒന്ന് വായിക്കാമോ? ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2 വേഴ്സ് 36. പ്രവർത്തി 2:36. 2:36. വായിച്ചോ. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം നിങ്ങൾ ക്രൂശിച്ച എന്താ പറയുന്നത്? നിങ്ങൾ ക്രൂശിച്ചു. നിങ്ങൾ ക്രൂശിച്ചു. ഹല്ലേലൂയ. അടുത്തത് പ്രവർത്തന പുസ്തകത്തിൽ തന്നെ 3:13 വായിച്ചേ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം എന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയക്കുവാൻ വിളിച്ച പിലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധരും തീരുമാനമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. കൊലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു. ജീവനായകനെ നിങ്ങൾ കൊന്നുകളഞ്ഞു. നിങ്ങൾ അവരെ തള്ളിപ്പറഞ്ഞു. കൊലപാതകന് വേണ്ടി ചോദിച്ചു. ജീവനായകനെ നിങ്ങൾ കൊന്നുകളഞ്ഞു. നിങ്ങൾ നോട്ട് നോക്കി, മുഖത്ത് നോക്കി, കണ്ണി നോക്കി, നീ ആ കൊന്നെന്ന് പറഞ്ഞ സമ്മതിക്കൂ? വ്യക്തമാകുന്നുണ്ടോ? യേശുവിനെ ക്രൂശിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ, യേശുവിനെ ക്രൂശിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? പീലാത്തോസ് എന്നോ, യഹൂദ മേധാവികളെന്നോ, റോമൻ പടയാളികളെന്നോ അങ്ങനെ പറഞ്ഞ പോരാ. യേശുവിനെ ക്രൂശിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഗദ്ഗദത്തോടും മനത്തകർച്ചയോടും പറയാൻ കഴിയുന്ന ഒരു വാക്ക് ഈ അടിയാനാണ്. സ്തോത്രം. പണ്ടൊക്കെ പാടുന്ന പാട്ടുകൾ ഉണ്ടായിരുന്നു. ആ പാടുകൾക്ക് എന്റെ പാതകം തന്നെ കാരണം സ്ത്രീയ രക്ഷകമാണ്. സ്തോത്രം. ഞാൻ അവനെ ക്രൂശിച്ചു. 4:10 വായിക്കാമോ? 4:10. കണ്ടോ? നിങ്ങൾ ക്രൂശിച്ചവൻ. എന്തോ ഈ പറയുന്നത് അധികം വേണ്ടല്ലോ. അത് കേട്ടപ്പോ അവരുടെ പ്രതികരണം കേട്ട് 5:28 വായിച്ചേ. 5:28 വായിച്ചേ. വായിച്ചോ വായിച്ചോ. വരുത്തുവാനിച്ചിരിക്കുന്നു. കണ്ടോ? സുവിശേഷം കേട്ടവർക്ക് പറയാനുള്ള പരാതി. എന്തോ ഈ പറയുന്നത്? നിങ്ങളിത് മിണ്ടാറെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ സമ്മതിക്കില്ല. പറഞ്ഞ് ആ മനുഷ്യന്റെ ചോര ഞങ്ങളുടെ തലയിൽ കൊണ്ടുവരിക. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ മേലുണ്ടെന്നൊന്ന് സമ്മതിച്ചിട്ടുണ്ടോ? എന്റെ ഹൃദയത്തിലുണ്ട്. പിന്നെ എന്നാ കണ്ടിട്ട് മീശ വിരിക്കാനാ, അഹങ്കരിക്കാനാ? ദൈവസന്നിധി വന്നാൽ വിനയവും താഴ്മയും സൗന്ദര്യവും നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താഴ്മയുടെയും വിനയത്തിന്റെയും സമർപ്പണത്തിന്റെയും ഒരു മനോഭാവം മാത്രമേ ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇന്നോ വളരെ ദുഃഖമുണ്ട്. ഗർവവും ശാഠ്യവും ഒരിക്കലും നമ്മളിൽ ഉണ്ടാകരുത്. ആ വിനയവും നമ്മുടെ ഒന്നുമില്ലായ്മയെ കുറിച്ചുള്ള ഏറ്റുപറച്ചിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് സ്തോത്രം. ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകുന്നതിനുള്ള ആദ്യത്തെ ചുവട്. അത് നമ്മൾ കൂട്ടാളികളാകേ മതിയാകും. അല്ലെങ്കിൽ നാം നിത്യജീവനിൽ പോവുകയില്ല, നിത്യജീവൻ അവകാശികളാകില്ല. ഇവിടെ വെച്ച് കിട്ടുന്ന നന്മയും അനുഗ്രഹങ്ങളും മനസമാധാനവും സന്തോഷവും എല്ലാവരും കൂടുണ്ട്. അതുകൊണ്ടൊക്കെ തൃപ്തിപ്പെടേണ്ടി വരും എന്നുള്ളത് ഓർക്കുമ്പോൾ എനിക്ക് ദുഃഖമുണ്ടായി. സ്തോത്രം.
അതെ, ഏറ്റവും വിനയപ്പെട്ട സൗകര്യപ്പെട്ട ആ രക്തം എൻ്റെ ഹൃദയത്തിലുണ്ട്. സ്തോത്രം. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എനിക്ക് ആ മരണത്തിൽ പങ്കുണ്ട്, ഓഹരിയുണ്ട് എന്നുള്ള തിരിച്ചറിവ്. സ്തോത്രം. അതെ, ഈ സമർപ്പണത്തിലേക്കും ഈ രൂപാന്തരത്തിലേക്കും എന്നെയും നിങ്ങളെയും നടത്തുവാനായി എൻ്റെ കർത്താവ് അനാദിയിൽ നിർണയിച്ച പൂർണ്ണതയുള്ള ദൈവ പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇങ്ങനെ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. അതാണ് യേശു ക്രിസ്തു നിറവേറിയത്. നമ്മൾ അതിന് വിധേയപ്പെടുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിൽ ഒരു പ്രധാന ദൈവം അതിൽ ആ പദ്ധതി നടപ്പാക്കുന്നതിൽ ഒരു പ്രധാന ചുവടായിരുന്നു ലൂസിഫറിന്റെ മത്സരം. ഞാൻ ഇന്ന് ഏത് ഭാഗം ഈ കാര്യം പറയാനുണ്ട് കർത്താവേ, ഏത് ഭാഗം ഞാൻ ഹൈലൈറ്റ് ചെയ്യണം സ്തോത്രം എന്ന് ഞാൻ ഇങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. സ്തോത്രം. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ എന്നുള്ള ഭാഗം ദൈവാത്മാരോട് ഇടപെട്ടതുകൊണ്ട് സ്തോത്രം, പ്രായോഗിക പ്രയോജനമുള്ള ഒരു ഭാഗത്ത് അല്പം കാര്യം പറയണമെന്ന് ഞാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ട് തീരുമാനിച്ചാണ് നിങ്ങളുടെ നടുവിൽ വന്നിരിക്കുന്നത്. നമുക്ക് പ്രായോഗിക പ്രയോജനം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനിടയ്ക്ക് ഒരു വാചകം പറഞ്ഞു, നമ്മുടെ മുക്കാലും ആത്മീയ ശുശ്രൂഷകൾ പിശാചിനെ എങ്ങനെങ്കിലും തുരത്താനുള്ള ഒരു ഉപാധി എന്നതുപോലെ ഇന്ന് നമ്മൾ പരിഗണിച്ചു വരികയാണ്. അപ്പോൾ പിശാചിനെ സംബന്ധിച്ചു വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് വ്യക്തമായ ഉപദേശം തരുന്നുണ്ട്. അതുകൊണ്ട് ദൈവം എന്തിനായി പിശാചിനെ ഇങ്ങനെ വെച്ചിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഉൾക്കാഴ്ച ഉണ്ടാകണം. അത് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു. എനിക്ക് ബാക്കി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് ഒന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ചാണ്. അതുകൊണ്ട് ആദ്യം സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്. സദൃശ 16:4. കണ്ടോ, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. പിശാചി ഒന്നും ദൈവത്തിന്റെ കാര്യപരിപാടിയിലോ ദൈവത്തിന്റെ നിയന്ത്രണത്തിലോ പുറത്തല്ല. ദൈവം അവൻ ഉളവാകുവാൻ അനുവദിച്ചതും അവിടുത്തെ ഉദ്ദേശത്തിനാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. ഈ വാക്യം തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് വായിച്ച് വിശദീകരിച്ചിട്ട് പോകാം. യെശയ്യാവിന്റെ പുസ്തകം 45-ാം അധ്യായം 7-ാമത്തെ വാക്യം. യെശയ്യാവിന്റെ പുസ്തകം 45-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിച്ചേ. പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു, ഞാൻ നന്മയെ ഉണ്ടാക്കുന്നു, തിന്മയെയും സൃഷ്ടിക്കുന്നു. കണ്ടോ, ഞാൻ നന്മയെ ഉണ്ടാക്കുന്നു. അടുത്ത വാക്കെന്താ? തിന്മയെയും സൃഷ്ടിക്കുന്നു. അപ്പൊ ദൈവം തിന്മയെ സൃഷ്ടിക്കുന്നുണ്ടോ? സ്തോത്രം. അപ്പൊ നോക്കണേ, സകല നല്ല ഫലങ്ങളും വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നാണ് നമുക്ക് വരുന്നത്. ദുഷ്ടനിൽ നിന്നല്ലോ വരുന്നത്. സ്തോത്രം. അപ്പോൾ തിന്മയെ ദൈവം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ മനസ്സിലാകും? സഹോദരങ്ങളെ, നമ്മുടെ ഭാഷയ്ക്ക് അതിന് പരിമിതിയുണ്ട്. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം പാപം സൃഷ്ടിക്കുന്നെന്നല്ല. മനസ്സിലായോ? തിന്മയുളവാക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ ചിലപ്പോൾ അത് തിന്മ, അല്ലെങ്കിൽ നമ്മുടെ വിലയിരുത്തലിൽ അത് ചിലപ്പോൾ തിന്മ എന്ന് നമുക്ക് തോന്നുന്നു എന്നതിന് അർത്ഥമുള്ളൂ. എന്ന് വിശദീകരിക്കാം. അവിടെ എബ്രായ ഭാഷയാണല്ലോ മൂലം. ആ എബ്രായ ഭാഷ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, തിന്മ എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്ന പദം റ എന്നാണ്. റ ഇംഗ്ലീഷിൽ RA എന്ന് തന്നെ 2 അക്ഷരത്തിലാണ് അത് എഴുതുന്നത്. റ എന്ന് പറഞ്ഞാൽ എന്റെ വാക്കിന്റെ കറക്റ്റ് അർത്ഥം കലാമിറ്റി എന്നാണ്. നാശം, കലാമിറ്റി. മനസ്സിലല്ല? അപകടം. ന്യൂസിലൻഡിൽ പേടിക്കല്ലേ, ഇപ്പൊ എന്തുണ്ടായി? വലിയൊരു എർത്ത് ഉണ്ടായി. 65 പേര് മരിച്ചു. അത് സ്ഥലത്തിന്റെ പേര് തന്നെ ക്രൈസ്റ്റ് ചർച്ച് എന്നാണ്. അപ്പോ ദൈവം അത് അനുവദിച്ചത് എന്തുകൊണ്ടാണ്? ദൈവത്തിന് തടയാൻ മേലായിരുന്നു? എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ദൈവത്തെ വിശ്വസിക്കുന്ന ഏതൊരുവനും സംശയം ലേശമില്ലാതെ പറയാനും കഴിയും അത് നന്മയ്ക്കാണ്. ദേഷ്യം വരുന്നുണ്ടേ? ദേഷ്യം വരാതിരിക്കുന്ന എങ്ങനെയല്ലേ? ഇതെന്തേ പറയുന്നത്? പക്ഷെ വേദപുസ്തകങ്ങളെ പഠിപ്പിക്കുന്നു അതും നന്മയ്ക്കാണ്. സഹോദരങ്ങളെ,
ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ അനർത്ഥം എന്ന് പറയുന്നത് മരണമല്ല. മരണമല്ല, ദൈവകൃപയിൽ നിന്ന് അന്യപ്പെടുകയാണ്. എല്ലാരും കൂടെ ഉണ്ടോ? ക്രിസ്തുവിനോട് വേർപെട്ട ശാപഗ്രസ്തനാകുക എന്നുള്ളതാണ് സ്തോത്രം ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ അനർത്ഥം, ഏറ്റവും വലിയ കഷ്ടത. മരണമെന്ന് പറയുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് വിശ്രമമാണ്. മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങളെ? അപ്പോൾ ദൈവം ചിലപ്പോൾ തന്റെ സർവജ്ഞതയിലും തന്റെ ഭക്തന്മാരെ കുറിച്ചുള്ള കരുതലിലും ചിലപ്പോൾ എന്തോ അനുവദിക്കും, കലാമിറ്റീസ്. മലയാളത്തിലെ തർജ്ജമ തിന്മ എന്നാണെങ്കിലും കലാമിറ്റീസ്, ഇങ്ങനെയുള്ള ദുഃഖകരമായ സംഭവങ്ങൾ നമ്മുടെ കാര്യങ്ങളെ മുഴുവൻ ഈ ലോകത്തിന്റെ അനുഭവത്തിലാണ് വിലയിരുത്തുന്നത്. മനസ്സിലായില്ലേ? എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ചക്രവാളം വരെ കാണത്തുള്ളൂ, അതിനപ്പുറത്തോട്ട് കാണാൻ മേല. We can see only up to the horizons. Our view is limited. പക്ഷേ നിത്യതയുടെ വെളിച്ചത്തിൽ കാര്യങ്ങളെ വിലയിരുത്തണം. We should evaluate everything in the light of eternity and we should walk in the light of eternity. നിത്യത വെളിച്ചത്തിൽ കാര്യങ്ങളെ വിലയിരുത്തിയാൽ നിങ്ങൾ നോക്കി നോക്കി, ഭക്തന്മാരായ അനേക ദൈവദാസന്മാർ വളരെ സുഖലോലുപന്മാരായി സുഖമായി ജീവിച്ചിരുന്നവർ, അവർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ച് കഷ്ടങ്ങൾക്ക് വേണ്ടി കഷ്ടങ്ങളുടെ നടുവിലേക്ക് എടുത്തു ചാടി. നമ്മുടെ വില്യങ്കറിയെ തന്നെ ഓർക്കാം. വില്യങ്കറി ഇന്ത്യയിൽ വന്നു, ഭാര്യ ഭ്രാന്ത് പിടിച്ചു, അറിയാമല്ലോ. സ്വന്തം കുഞ്ഞുങ്ങൾ ഇന്ത്യയിലെ വളരെ പ്രതികൂലമായ കാലാവസ്ഥയുടെ പ്രത്യേകത നിമിത്തം പെട്ടെന്ന് രോഗികളായി മരിച്ചു. ഒന്നിനു പറയും. സ്വന്തം കൈകൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ശവപ്പെട്ടി ഉണ്ടാക്കി സ്വന്തം കൈകൊണ്ട് കുഴി തോണ്ടി ആ കുഞ്ഞുങ്ങളുടെ മൃതശരീരം സംസ്കരിപ്പിക്കേണ്ടി വന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്തിനു കൂടുണ്ടോ? കഷ്ടങ്ങൾക്ക് പുറകെ കഷ്ടങ്ങൾക്ക് പുറകെ കഷ്ടങ്ങൾ. എന്തോ ഒരു മണ്ടത്തരമാണ് കാണിച്ചത് അല്ലേ? എന്തൊരു വിവരക്കേടാ, ബുദ്ധികേടാ കാണിച്ചത്. അയാൾ ഇംഗ്ലണ്ടിൽ സുഖമായി മാന്യമായി ജീവിച്ച് വിശുദ്ധനായി അങ്ങ് ജീവിച്ചെന്നെങ്കിൽ സ്വർഗരാജ്യത്തിൽ കർത്താവിനോട് പോവുകയല്ലേ? അങ്ങ് മിണ്ടാതെ പോകും. പിന്നെ ഇതിനെന്തിനാ ഏൽപ്പിച്ചത്? സ്തോത്രം. നിത്യതയുടെ വെളിച്ചത്തിൽ കാര്യങ്ങളെ വിലയിരുത്താൻ. നിത്യതയുടെ വെളിച്ചത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ അദ്ദേഹം സ്വയം സ്വീകരിച്ച ഏറ്റെടുത്ത ഈ കഷ്ടത, സ്തോത്രം, ദൈവത്തിന് പ്രസാദകരവും സ്തോത്രം അനേകരെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നതിന് ഉപാധിയുമായി. നമ്മൾ പറയും കലാമിറ്റി, but God has a purpose in it. ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. സ്തോത്രം. ആ അർത്ഥത്തിലാണ് യെശയ്യാവ് 45-ാം അധ്യായത്തിൽ ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. സ്തോത്രം. കലാമിറ്റീസ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഭൗമിക നഷ്ടമോ കഷ്ടമോ രോഗമോ വേർപാടോ ജീവിതത്തിൽ ഉണ്ടായി എന്ന് കരുതി നിങ്ങൾ തകർന്നു പോകരുത്. അതിലും ഒരു നന്മയുണ്ട്. ആ നന്മ എന്താണെന്ന് തിരിച്ചറിയുവാൻ സ്തോത്രം, കർത്താവേ എന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. വ്യക്തമായല്ലോ സഹോദരൻ? സകലവും ദൈവത്തിന്റെ ഉദ്ദേശത്തിലുണ്ട്. അപ്പോൾ പിശാചിനെ ദൈവം എന്തുകൊണ്ടാണ് ദൈവം അനുവദിച്ചിരിക്കുന്നത്? കേട്ടെ പറയാം. നമ്മളെങ്കിലും കൂടി വിചാരണയെ വല്ല വിധം എവിടെയെങ്കിലും കൊണ്ട് കെട്ടിയിട്ട് പരിപാടി ഒപ്പി അവനെ ശരിക്കും ഒതുക്കി നമുക്കിങ്ങനെ സുഖമായിട്ട് ജീവിക്കണം എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സ്. നമ്മളെല്ലാവരും ഈ കഷ്ടപ്പാടിൽ വിടണോ? ദൈവം ഒരു നിമിഷം കൊണ്ട് അവനെ അങ്ങ് ഇല്ലാതാക്കിയാൽ പോരായോ? കേൾക്കുന്നുണ്ടോ? പക്ഷെ ദൈവം അവനെ അനുവദിച്ചിരിക്കുന്നു. അതിനുള്ള കാരണങ്ങൾ തിരുവെഴുത്തിന് വിളിച്ചത്. ഒന്ന്,
ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവൻ ജ്ഞാന സമ്പൂർണനായിരുന്നു. അറിയാമല്ലോ, ജ്ഞാന സമ്പൂർണനായിരുന്നു, സൗന്ദര്യ സമ്പൂർണനായിരുന്നു, ആത്മജീവിയായിരുന്നു, ദൈവവുമായുള്ള അല്ലെങ്കിൽ ദൈവസിംഹാസനത്തിന് മീതെ ചിറകുടത്ത് മറയ്ക്കുന്ന പദവി ഇവനുണ്ടായിരുന്നു. ദൈവത്തെ കുറിച്ച് ഇവൻ ഒരു ചെറിയ കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടല്ലോ? ജ്ഞാന സമ്പൂർണനായിരുന്നെങ്കിലും ദൈവത്തെ കുറിച്ചുള്ള അവന്റെ വെളിപ്പാട് കൃത്യവും പൂർണ്ണവുമായിരുന്നില്ല. ജ്ഞാനത്താൽ ആർക്കും ദൈവത്തോടുള്ള വ്യക്തിബന്ധത്തിലാകുവാൻ കഴിയുകയില്ല എന്നുള്ളത് മനസ്സിലായോ? ലൂസിഫറിന്റെ വീഴ്ച നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു സത്യമാണ്. ഒന്നുകൂടെ വ്യക്തമാക്കാം. റോമർ 1:19 വായിച്ചാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ അടുത്തെങ്കിൽ വായിച്ച് റോമർ 1:19 റോമർ 1:19 കണ്ടോ? ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കാതെ നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിക്കാൻ കഴിയുകയില്ല. നമ്മളൊരു കാര്യം കാണുന്നത് എങ്ങനെയാ? നമ്മളൊരു കാര്യം കാണുന്നത് നോക്കണേ, പ്രകാശം അതിലേക്ക് തട്ടി അതിൽ ഇങ്ങോട്ട് പ്രതിഫലിക്കുമ്പോഴാണ് നമ്മൾ അതിനെ കാണുന്നത്. സ്തോത്രം. നമ്മൾ സൂര്യനെ കാണുമ്പോൾ സൂര്യനുള്ള പ്രകാശം നമ്മുടെ കണ്ണുകളിലൊക്കെ എത്തുന്നതുകൊണ്ടാണ് നമ്മൾ സൂര്യനെ കാണുന്നത്. സ്തോത്രം. നോക്കണേ, ഇതുപോലെ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരാതെ നമുക്ക് ദൈവത്തെ കുറിച്ച് ഒരു വെളിപ്പാട് പ്രാപിക്കാൻ കഴിയുകയില്ല. അതാണ് സ്തോത്രം. നമ്മൾ തിരുവഴുത്തിൽ എന്റെ വാഴ്ത്തപ്പെടെ കർത്താവ് പറയുന്നു, സ്തോത്രം, പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുന്നവരല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. കേൾക്കണേ, ദൈവം ലൂസിഫർ അത്ര ജ്ഞാനിയായിട്ടും സ്തോത്രം തന്നെ അവന് വേണ്ടതുപോലെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ പ്രസാദിച്ചില്ല. എല്ലാരും മനസ്സിലാവുന്നുണ്ട്? എത്ര ജ്ഞാനിയാണെങ്കിലും തന്റെ ജ്ഞാനത്താൽ ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് പൂർണ്ണമായി പ്രാപിക്കുവാൻ ആർക്കും കഴിയുകയില്ല. സ്തോത്രം. ലൂസിഫറിന് ദൈവത്തെ കുറിച്ച് ഒത്തിരി കാര്യം അറിയാമായിരുന്നു. ഒത്തിരി കാര്യം ദൈവത്തെ കുറിച്ച് അവനറിയായിരുന്നു. സൃഷ്ടാവാണെന്നും ഇതൊക്കെ അവനറിയാം. പക്ഷേ ദൈവത്തെ കുറിച്ച് അറിയാമായിരുന്നെങ്കിലും ദൈവത്തെ അറിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ദൈവത്തെ സ്നേഹമായി വ്യക്തിപരമായ നിലയിൽ നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നോണ്ടാകും. അത് നമ്മളൊന്ന് അംഗീകരിക്കണം സഹോദരങ്ങളെ. ഞാൻ പിന്നെയും നമുക്ക് ഒരു ഉദാഹരണം, ഇതേ ആശയം നിങ്ങൾക്ക് മനസ്സിൽ ഒന്നുകൂടി അഴിച്ചെഴുത്തക്ക മറ്റൊരു ഉദാഹരണമാണ് ശലോമോൻ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങള് സഭാപ്രസംഗി വീട്ടിൽ വായിക്കണം. സഭാപ്രസംഗം കൊണ്ട് വായിച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ്. അതിന്റെ 2-ാമത്തെ 1-12 വരെയൊക്കെ വായിച്ചാൽ കൊള്ളാം. 1:17 വായിച്ചേ. സഭാപ്രസംഗം 1:17. Ecclesiastes 1:17. വായിക്കണേ. കേട്ടോ? താങ്ക് യു. ജ്ഞാനം ഗ്രഹിപ്പാനും ഭ്രാന്തും ഭോഷത്വവും ഗ്രഹിക്കാൻ എന്ന് പറഞ്ഞാൽ ഈ ശലോമോനെ പോലെ ഒരാൾ മനുഷ്യചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയില്ല. അവിടെ അങ്ങോട്ട് എഴുതിയിരിക്കുന്നത്, എന്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും ഞാൻ അത് നിഷേധിക്കില്ല. അങ്ങനെ ഭൂമിയിൽ ആർക്കും ജീവിക്കാൻ പോകും. എടാ, ഇവിടുത്തെ അമേരിക്കൻ പ്രസിഡന്റ് നോക്കിയല്ല, ഇഷ്ടപ്പെട്ടത് എന്തും തന്റെ ആളാക്കാനാണ് അദ്ദേഹത്തെ കൊണ്ടുപോകും. ഇവിടെ വലിയ ഭരണാധികാരികളൊക്കെ കുറച്ചു കഴിയുമ്പോൾ ജയിലടിക്കുള്ളിൽ പോകുന്നു. എന്താ? അധികാരത്തിൽ നിന്നപ്പോ തന്റെ താല്പര്യം അനുസരിച്ച് ഏതാണ്ടൊക്കെ ഒന്ന് ചെയ്തേള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ആള് പിടിക്കപ്പെട്ടു. ഹിറ്റ്ലറെ കൊണ്ടൊത്തില്ല, സാർ ചക്രവർത്തിമാരെ കൊണ്ടൊത്തില്ല, കൈസറന്മാരെ കൊണ്ടൊത്തില്ല. ആരെ കൊണ്ടൊക്കും? പക്ഷേ ഒരുത്തൻ അങ്ങനെ വളരെ ഉറപ്പോടെ പറയുന്നു, ശലോമോൻ പറയുന്നു, എന്റെ കണ്ണ് ആഗ്രഹിച്ച ഒന്നും ഞാൻ അതിനെ നിഷേധിച്ചില്ല. ജ്ഞാനവും എന്നിൽ നിറഞ്ഞു നിന്നു. അങ്ങനെ ജീവിച്ച പേരിന്റെ കൂടെ ദ വൈസ് എന്ന അപ്പലേഷൻ ചേർത്ത ഒറ്റ വ്യക്തി
ജ്ഞാനി എന്ന പേര് എന്ന വിശേഷണ പദം പേരിന്റെ കൂടെ ചേർക്കപ്പെട്ട ഒറ്റ മനുഷ്യനെ മനുഷ്യചരിത്രത്തിലുള്ളൂ. അതാരാ? ശലോമോൻ. സോളമൻ ദ വൈസ്. ഓ, വലിയ എല്ലാം കൈവശമുണ്ടായി. ജ്ഞാനിയിൽ ജ്ഞാനിയായിരുന്നു. പക്ഷേ തന്റെ ജ്ഞാനം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അവന് കഴിഞ്ഞില്ല. പരാജയപ്പെട്ടു. വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ അവരുടെ പേര് കാണുന്നില്ല. എത്ര ജ്ഞാനിയാണെങ്കിലും തന്റെ ജ്ഞാനത്താൽ ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിൽ വരുവാനോ ദൈവത്തെ കുറിച്ച് പൂർണ്ണമായ കൃത്യമായ വെളിപ്പാട് പ്രാപിക്കാനോ ആർക്കും കഴിയുകയില്ല. മാത്രമാണോ ശലോമോനെ കുറിച്ച് അവൻ എന്തൊരു ജ്ഞാനിയാണെന്ന് ജ്ഞാനം ആദ്യം വെളിപ്പെട്ട ഒരു കാര്യമുണ്ട്. 2 സ്ത്രീകൾ 2 കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്കറിയാമല്ലോ. ഒന്ന് മരിച്ച കുഞ്ഞ്, ഒന്ന് ജീവിച്ച കുഞ്ഞ്. ഓ, വന്നു ജീവിച്ച കുഞ്ഞ് എന്റെ തമച്ചു കുഞ്ഞിട്ടാണ്. അവിടെ പറഞ്ഞത് 2 വേശ്യാസ്ത്രീകളാണ് വന്നത്. എന്ത് ബുദ്ധിയായിട്ടാ. ആട്ടെ, ഒരു കാര്യം ചെയ്തു, വാൾ കൊണ്ടുപോവാ, കുഞ്ഞിനെ കൊടുക്കാൻ പറഞ്ഞു. ജീവന്റെ കുഞ്ഞിനെ കൊടുക്കാൻ. അപ്പോഴേ കുഞ്ഞിന്റെ യഥാർത്ഥ ഉടമസ്ഥയായ അമ്മ, അയ്യോ മകനെ, എന്ത് ബുദ്ധിയായിട്ടാണ് ആ യഥാർത്ഥ അമ്മ ഏതാണെന്ന് കണ്ടുപിടിച്ചത്. വളരെ ബുദ്ധിയായിട്ട് താൻ കണ്ടുപിടിച്ചു. ജനമെല്ലാം അവനെ പുകഴ്ത്തി. പക്ഷെ അവിടെയും രാജാവാ, ദേശത്തൊരു സ്ത്രീ പോലും വേശ്യാദോഷം ചെയ്ത സ്ത്രീ ദേശത്ത് പാടില്ല. 2 ഔട്ട്ലോസ് അവന് മുമ്പിൽ വന്ന്, മനസ്സിലായോ? വാദപ്രതിവാദം നടത്തിയപ്പോഴും അവൻ അവരെ ശിക്ഷിച്ചതായിട്ട് നമ്മള് കാണുന്നില്ല. എല്ലാവരും കൂടെ ദൈവപ്രമാണം അവൻ മറന്നു. ഇവന് ദൈവത്തിന് നേരിട്ട് ദർശനം കിട്ടി. നേരിട്ട് ദർശനം. നിനക്ക് എന്തോ വേണമെന്ന് ചോദിച്ചു. നിനക്ക് എന്താ വേണമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഓ, എനിക്ക് ജ്ഞാനം വേണം. നിന്റെ ജനത്തെ നടത്തുവാൻ എനിക്ക് ജ്ഞാനമില്ലാതെ നടക്കുകയല്ല. എനിക്ക് ജ്ഞാനം വേണം എന്ന് വളരെ എല്ലാവരും വളരെ പ്രശംസിക്കുന്ന ഒരു കാര്യം ദൈവവും അത് അപ്രീഷിയേറ്റ് ചെയ്തു. ഇല്ലേ? നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം അതിന്റെ 5 മുതലുള്ള ഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. നേരമില്ലാത്തതുകൊണ്ട് വായിപ്പിക്കുന്നില്ല സഹോദരങ്ങളെ. എന്നാൽ 27-ാം സങ്കീർത്തനം 4-ാം വാക്യം ഒന്ന് വായിക്കാമോ? 27-ാം സങ്കീർത്തനം 4-ാം വാക്യം വായിച്ചേ. ശലോമോനോട് ദൈവം ചോദിച്ചു, നീ എന്നോട് അപേക്ഷിച്ചോളാം. എന്താ അപേക്ഷിച്ചു? ജ്ഞാനം. ദാവീദ് പറയുക, ഞാൻ ഒരു കാര്യം അപേക്ഷിച്ചു. എനിക്ക് ജ്ഞാനം വേണ്ട, പ്രതാപം വേണ്ട, പണവും വേണ്ട, ഒന്നും വേണ്ട. ഒരു കാര്യം അപേക്ഷിച്ചു. അത് തന്നെ ഞാൻ യഹോവയുടെ മനോഹരത്വം എന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ എന്റെ ആൾക്കാരൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? ആ അപേക്ഷ കഴിച്ച ദാവീദിന് ദൈവപ്രസാദം ലഭിച്ചു. എന്നാൽ ജ്ഞാനം അപേക്ഷിച്ച് ജ്ഞാനം പ്രാപിച്ച ശലോമോൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സ്തോത്രം. കണ്ടോ? ലൂസിഫറിൽ നമുക്ക് കിട്ടുന്ന പാഠം, അതേ പാഠം ശലോമോനിൽ ആവർത്തിക്കപ്പെടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വലിയ കഴിവുള്ളവരായതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഭയങ്കര ബിസിനസ് ചെയ്യുക, എന്തിനാ പറഞ്ഞത്, ഒത്തിരി പണം ഉണ്ടാക്കി, എന്തിനാ പറഞ്ഞത്, അത് കർത്താവിന്റെ പേരൊക്കെ കൊടുക്കാൻ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? എന്റെ പൊന്നു സഹോദരങ്ങളെ, കർത്താവ് നിങ്ങളുടെ പണമൊന്നും വേണ്ട. കർത്താവ് വേണ്ട നിങ്ങൾ. എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? നമ്മൾ ഒത്തിരി അധ്വാനിച്ച് ദൈവത്തിന് വേണ്ടി കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് വ്യാമോഹിക്കുന്നെങ്കിൽ നമ്മളെ പോലെ മൂഢന്മാർ വേറെ ആരില്ല. ഒത്തിരി ജ്ഞാനം നേടി, ഒത്തിരി അറിവ് നേടി, ഒത്തിരി ഡിഗ്രി നേടി, കേൾക്കുന്നുണ്ടേ? ഇതൊക്കെ വേണം, പക്ഷെ അതൊന്നും നമുക്ക് പ്രധാനമല്ല. അതുകൊണ്ടൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല.
ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഇതെല്ലാം രണ്ടാം സ്ഥാനത്ത്. ഒന്നാമത് അങ്ങയുടെ മുഖപ്രകാശം എനിക്ക് വേണം. ലൂസിഫറിന്റെ അനുഭവം, ശലോമോന്റെ അനുഭവം ആട്ടെ. ഇനി മറ്റു ഉദാഹരണങ്ങൾ എടുക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല. മനസ്സിലായി, ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഞാൻ മുൻപോട്ട് പോകട്ടെ. അടുത്തത് ലൂസിഫറിനെ ദൈവം നമ്മുടെ മുമ്പിൽ പാഠമാക്കി വെച്ചിരിക്കുക. To prove God's justice and show how favored we are. ദൈവത്തിന്റെ നീതി അത് വെളിപ്പെടുത്തി ദൈവത്തിന് നമ്മളോടുള്ള പക്ഷമായ സ്നേഹം വെളിപ്പെടുത്താൻ. മനസ്സിലാവുന്നുണ്ടോ സോദരൻ? ഒരിക്കലും ഒരു ഭക്തൻ പറഞ്ഞത് ഞാൻ കേട്ടത്, നമുക്ക് എപ്പോഴും പരാതി പറയാനുള്ളത് എനിക്ക് അർഹതപ്പെട്ടതൊന്നും കിട്ടുന്നില്ലെന്നാണ്. എനിക്ക് അർഹതപ്പെട്ടതൊന്നും കിട്ടുന്നില്ല. എനിക്ക് എൻ്റെ വിദ്യാഭ്യാസം അനുസരിച്ചുള്ള ശമ്പളം കിട്ടുന്നില്ല, എൻ്റെ പൊസിഷൻ അനുസരിച്ചുള്ള അലവൻസസ് കിട്ടുന്നില്ല, ഞാൻ ചെയ്ത ജോലിക്ക് അനുസരിച്ചുള്ള റിവാർഡൊന്നും കിട്ടുന്നില്ല, എൻ്റെ ശുശ്രൂഷയ്ക്ക് അനുസരിച്ച് എനിക്ക് സഭയിൽ അംഗീകാരം കിട്ടുന്നില്ല. എല്ലാവരും കൂടുണ്ടോ? നമുക്കിതാ പറയാനുള്ളത്. ആ ഭക്തൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് ദൈവത്തോട് വലിയ നന്ദിയുണ്ട്, കാര്യം എനിക്ക് അർഹതപ്പെട്ടത് തരുന്നില്ലെന്നുള്ളതാണ് എനിക്ക് നന്ദി. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അർഹതപ്പെട്ടത് നരകമാണ്, എന്റെ ദൈവം എനിക്കത് തരുന്നില്ലെന്നുള്ളത്. ഈ ആശയമാണ് ലൂസിഫറിന്റെ അനുഭവം നമുക്ക് തരുന്നത്. നീതിമാനായ ദൈവം തന്റെ നീതി നമ്മളോട് ഇടപെടുകയാണെങ്കിൽ, കേൾക്കുന്നുണ്ടോ? നമുക്ക് എന്നാ കിട്ടാനാ? മുക്കാലിയെ കെട്ടി അടി നമുക്കൊന്നും കിട്ടാനില്ല, നമുക്ക് ശിക്ഷയും കിട്ടാനുള്ളൂ. സ്തോത്രം. ദൈവം നീതിമാൻ തന്നെയാ. ലൂസിഫറിനോടുള്ള ഇടപെടൽ നോക്ക്. അവൻ ചെയ്ത ആദ്യത്തെ തെറ്റ് തന്നെ അവന് വേണ്ടി നരകം വിധിക്കുവാൻ കാരണമായി. സ്തോത്രം. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്റെ നീതിയോട് കണ്ടതുപോലെ നടപ്പിൽ നിഷ്കളങ്കരായിരുന്നു. അവൻ ചെയ്ത ആദ്യത്തെ തെറ്റുകൊണ്ട് അവനെ നരകവിധിക്ക് വേണ്ടി തള്ളി, നരകത്തിന് വേണ്ടി ഒരുക്കി. എന്നാൽ ശ്രദ്ധിച്ചേ, ആദാം പാപം ചെയ്തപ്പോൾ വേറെ ഒരു നരകം ഒരുക്കിയില്ല, നമുക്ക് വേണ്ടി കാൽവറി ഒരുക്കി. ഈ കോൺട്രാസ്റ്റ് നമ്മളെ കാണിക്കാനാണ് അവനെ വെച്ചേക്കുന്നത്. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? Aren't you thankful to God that God is dealing with you in love rather than in strict justice? എനിക്കൊരു അപേക്ഷയുണ്ട്. NRI സഹോദരങ്ങൾ ആവർത്തിച്ച് പറയുന്നത് ഞാൻ കേട്ടു പോകുന്ന ഈ ദുഃഖത്തോടെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഓ, എന്റെ ദൈവദാസനെ, ദൈവത്തിന്റെ നീതിയായ എന്നെ ഇവിടെ കൊണ്ടുവന്ന് നന്മയൊക്കെ തന്നോ. ദൈവം നീതിമാനാണെന്ന് എന്റെ ജീവിതത്തിൽ ദൈവം തെളിയിക്കണ്ടേ? മനസ്സിലാവുന്നുണ്ടോ? വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ വായിക്കും. ദൈവമേ, എന്റെ നീതിക്കും വിശ്വസ്തയ്ക്കും തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകണമേ. ഒരിക്കൽ പോലും അങ്ങനെ ചിന്തിക്കുവാൻ വഞ്ചിക്കപ്പെടരുത്. നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അർഹതപ്പെട്ടതാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ നമുക്ക് ഒന്നും കിട്ടാനില്ല എന്ന് ഏറ്റു പറയേണ്ടത്. ദൈവം നിങ്ങൾക്ക് ഭൗമികമായ നന്മകൾ തന്ന്, ജീവിത സൗകര്യങ്ങൾ തന്ന്, നിങ്ങൾ ഇവിടെയോ ലോകത്ത് എവിടെയോ ആക്കുമ്പോഴും കർത്താവേ, ഞാൻ അനുഭവിക്കുന്നതെല്ലാം അവിടുത്തെ ഔദാര്യമാണ്, അവിടുത്തെ കരുണയാണ്, അവിടുത്തെ കൃപയാണ്. ഇനിയും ഉറവേറ്റ് പറയുവാൻ നമ്മൾ മറക്കരുത്. ലൂസിഫറിനെ ദൈവം നീതിയിൽ വിധിച്ചു. നമ്മളെ നീതിയിലല്ല വിധിക്കുന്നത്, നമ്മളോടുള്ള ഇടപെടൽ സ്നേഹത്തിലാണ്. പക്ഷെ മറ്റൊരു കാര്യം മറക്കല്ല്. സ്തോത്രം. നീതി യേശു ക്രിസ്തു കാലുകളിൽ നിവർത്തിക്കപ്പെട്ടു. അവനിലാകാത്തവർക്ക് നീതിയിലാ വിധി. അതൊരു മുന്നറിയിപ്പും കൂടാ. മനസ്സിലായോ? സ്തോത്രം. അടുത്തത്, to be an example to show the fear of those aspiring to be God. ദൈവത്തെ പോലെ ആകാനായുള്ള താല്പര്യം വരുന്നവന്റെ അനുഭവം എന്താണെന്ന് കാണിക്കാൻ ഒരു മാതൃകയാക്കി നമ്മൾ നിർത്തിയിരിക്കുക പിശാചിനെ. ഇതേ ഇരയാണ് അങ്ങോട്ട് ഇട്ടുകൊടുത്തത് ഹവ്വായിക്ക്.
തിന്നുന്ന ആളിന് നന്മകളെ അറിയുന്നവരായി അരപോലാവും. ദൈവത്തെ പോലെ ആകാനുള്ള ആഗ്രഹം കൊണ്ടാണ്. സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കൽ പോലും സ്തോത്രം ദൈവത്തെ പോലെ ആകുക എന്ന ചിന്ത ഉണ്ടാകരുത്. ആ ദിവ്യ സ്വഭാവത്തിൽ കൂട്ടാളികളാകുക എന്ന ആഗ്രഹം നമ്മൾ ഉള്ളപ്പോൾ തന്നെ നമ്മൾ സൃഷ്ടിയാണെന്നും നമ്മൾ മീൻസ് ഒരു കൃപയാ ഇത് പ്രാപിക്കുന്നതാണെന്നും മറക്കരുത്. എല്ലാവരും എന്റെ കൂടെ ഉണ്ടേ? നേരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ കൊള്ളാമെന്നുണ്ടെങ്കിലും അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, സ്തോത്രം. ദൈവത്തെ പോലെയാകും. പക്ഷെ ഒരു കാര്യം, ദൈവത്തെ പോലെ ആകാൻ അവൾ ആഗ്രഹിച്ചു, സ്വയം പരിശ്രമം നടത്തി. പക്ഷേ നമുക്ക് ലഭിക്കാൻ പോകുന്ന ദൈവപുത്ര തുല്യതയാണ്. അതാണ് യോഹന്നാൻ 3-ാം അധ്യായം 1-ാം വാക്യം. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. പിതാവ് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ദൈവമക്കളാകുന്നു. എന്നാൽ നാം ഇന്നതാകുമ്പോൾ ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട്, അടുത്ത വാക്ക്, അവനോട് സദൃശന്മാരാകും. നീ ആഗ്രഹിച്ച് ഞാൻ നിനക്ക് ഔദാര്യം തരിക. സ്തോത്രം. എന്നോട് പറഞ്ഞല്ലോ, നിത്യതയിൽ ഒരിക്കൽ പോലും വീഴ്ചയ്ക്ക് ഹേതുവില്ലാതെ നിലനിൽക്കണമെങ്കിൽ ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അതിനാ പിതാവിനെ നിർത്തിയിരിക്കുന്നതിന്. അടുത്തത്, അതുകൊണ്ടാണ് ഇവിടെ ഒരു കാര്യം ഓർക്കണം. ഒരു പിശാചന് അഹങ്കരിച്ചാണ്. ഈ സന്ദർഭത്തിൽ ഒരു കാര്യം, തിമോഥെയോസിന് 1-3 അധ്യായം 5-7 വായിക്കുമ്പോൾ ഈ പുതിയ ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ഇന്ന് രക്ഷിക്കപ്പെട്ടു, മീൻസ് 2 മാസം കഴിഞ്ഞപ്പോൾ ബൈബിൾ സ്കൂളിൽ പോയി, 3 വർഷം അവിടെ പഠിച്ചു. പിന്നെ അയാൾ ഇറങ്ങുന്ന ആളിന്റെ ആ അവസ്ഥ പലപ്പോഴും ശിഷ്യത്വവുമായി യാതൊരു ബന്ധവുമില്ലാത്ത. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ശിഷ്യത്വത്തിന് വിധേയപ്പെട്ടവരാണ് ശുശ്രൂഷകന്മാരാകേണ്ടത്. പുതിയ ശിഷ്യൻ, എന്റെ നിർദ്ദേശത്തിൽ, എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കുറഞ്ഞത് ഒരു 10 കൊല്ലമെങ്കിലും വിശ്വസ്തനായ ഒരു ദൈവവൈദ്യനായി, സ്തോത്രം, ശിഷ്യത്വത്തിന്റെ പാഠങ്ങൾ പഠിച്ച ശേഷമാണ്, സ്തോത്രം, നാം ശുശ്രൂഷയ്ക്ക് മുതിരേണ്ടത്. അല്ലെങ്കിൽ അഹങ്കരിച്ചു പോകും. എല്ലാവരും എന്റെ കൂടെ ഉണ്ടേ സഹോദരങ്ങൾ? പണ്ടുണ്ടായിരുന്ന പോലെ അല്ലല്ലോ ഇന്ന് ബഹുമാനമുണ്ട്, അംഗീകാരമുണ്ട്, സൗകര്യങ്ങളുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോൾ, സ്തോത്രം, പിശാചുണ്ടായി കെണി ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു സുവിശേഷം പറയാനിടത്ത് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ശിഷ്യത്വത്തിന്റെ പടിയിൽ നിങ്ങൾ പരിശീലനം സൃഷ്ടിച്ചവരായിരിക്കണം. നമ്മുടെ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമ്മൾ കിടന്നു മഞ്ഞ് കിട്ടുക. നിങ്ങൾ വെപ്രാണം 10 പേരെ പിടിച്ചുകൊണ്ട് ചെന്നില്ലേ കൊണ്ട് കയറ്റുകയെന്നുള്ള മട്ടില്ല പോക്ക. എന്ന് വിചാരം സുവിശേഷം പറയേണ്ടതല്ല. കേൾക്കുന്നുണ്ടോ? 10 പേരെ എങ്ങനെ പിടിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലാനല്ല. നീ നിന്റെ ജീവിതം കൊണ്ട് അവരെ സാക്ഷിയായി നിൽക്കുകയും നിന്റെ വാക്കുകളിൽ കർത്താവിനെ സാക്ഷിച്ചുകൊണ്ടിരിക്കുകയും അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും അവർക്ക് മാതൃകയായി നിൽക്കുകയും ചെയ്യുക. ആ അടവ് ഈ അടവ് ഉപയോഗിച്ച് അവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നീ പാടാ കാര്യം ശരിയാവൂടാ അത് പറയുന്നത്. എന്റെ കൂടെ ഉണ്ടേ സഹോദരങ്ങളെ? ഞാൻ സൂചനയായി മാത്രം ഇത്തരം വാക്കുകൾ പറഞ്ഞ് മുമ്പോട്ട് പോകുന്നു. കൂടുതൽ വിശീലനത്തിന് ആവശ്യമില്ലല്ലോ. അടുത്തത്, to show what is the ideal relationship between the creation and the creator. സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം, ഐഡിയൽ ബന്ധം എന്താണെന്ന് കാണിക്കാനാണ് ലൂസിഫറെ നിർത്തിയേക്കുന്നത്. സ്തോത്രം. സൃഷ്ടി എന്ന് ഓർക്കണം, എനിക്കു വേണ്ടി ദൈവമെന്നല്ല, ദൈവത്തിനു വേണ്ടി ഞാനെന്നാണ്. യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്ന അതാ. എല്ലാവരും കൂടെ വരണേ. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് വേണ്ടി ദൈവം, എനിക്ക് വേണ്ടി ദൈവം, എനിക്ക് വേണ്ടി ദൈവം. എനിക്ക് വേണ്ടി ദൈവം എന്ന് പറയുമ്പോ ആരാ വലുത്? എനിക്ക് വേണ്ടി ദൈവം ആരാ വലുത്? ഞാനാ വലുത്. ശരിയല്ലേ? പക്ഷെ നമ്മൾ എപ്പോഴും പറയുന്നത് ഇതല്ലേ, എനിക്ക് വേണ്ടി ദൈവം. Put it the other way around. ദൈവത്തിന് വേണ്ടി അടിയ. രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം മെച്ചപ്പെടാൻ വേണ്ടി കർത്താവിനെ ഇങ്ങോട്ട് എടുക്കുകയല്ല, നമ്മളെ കർത്താവിന് അങ്ങ് കൊടുക്കുകയാണ്.
കൊടുത്താണോ എല്ലാവരും? യേശുവിനെ ഇങ്ങോട്ട് എടുത്ത കാര്യം ഓർമ്മയുണ്ടോ? പക്ഷെ നിങ്ങളെ കൊടുത്ത കാര്യം ഓർമ്മയുണ്ടോ? കൊടുത്തില്ലെങ്കിൽ കൊടുത്തു നോക്കൂ. ലൂസിഫറിനെ പറ്റിയതാ സ്തോത്രം. അവൻ അമിനിൽ തന്നെ അമിത പ്രധാനിയായിട്ട് അവർ തോന്നി. എനിക്ക് എന്റെ സാമ്രാജ്യം ഉണ്ടാക്കിയാൽ മതി. ഇന്ന് നമ്മളിലും പലരും ദൈവത്തെ ഉപയോഗിച്ച് നമ്മുടെ ഒരു സാമ്രാജ്യം പണിയാനാ ശ്രമിക്കുന്നു. ദൈവത്തെ ഉപയോഗിച്ച് എന്റെ കാര്യം സ്വസ്ഥമാക്കണം, സുരക്ഷിതമാക്കണം. പ്ലീസ്, മുന്നറിയിപ്പ് പോലെ പിശാച് പറഞ്ഞിപ്പോട്ടെ, മറക്കല്ല. അടുത്തത്, to provide a contrast to facilitate our comprehension. We can't detect good all by itself in the absence of evil. ഇന്നലെ ഞാൻ വേറൊരു സന്ദർഭത്തിൽ വിശദീകരിച്ച ഈ നന്മ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് നന്മ തിരിച്ചറിയാൻ കഴിയത്തില്ല. തിന്മയുടെ പശ്ചാത്തലത്തിൽ മാത്രമേ നന്മ തിരിച്ചറിയാൻ. ഇന്നലെ ഞാൻ വിശദീകരിച്ചോളൂ, ഞാൻ നിൽക്കുന്നില്ല. ഇതിനു മുമ്പേ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചായിരുന്നു, ഈ സ്റ്റേജിലുള്ള ലൈറ്റ് എല്ലാം ഓൺ ചെയ്തിരുന്നപ്പോൾ ഇതിലോട്ട് പ്രൊജക്ട് ചെയ്തപ്പോൾ തെളിഞ്ഞില്ല. എന്താ കാര്യം? ഇവിടെ വെളിച്ചമുള്ളപ്പോൾ വേറൊരു വെളിച്ചം അത്ര കണ്ട് എടുത്ത് കാണുകയല്ല, എല്ലാം വെളിച്ചമാണ്. എന്നാൽ ചൊവ്വ തെളിഞ്ഞ് കാണാൻ നമ്മൾ എന്തോ ഇതാണ് ഓഫ് ചെയ്യും, ടു പ്രൊവൈഡ് എ ബാക്ക്ഗ്രൗണ്ട് ഹിയർ. ഇതുപോലെ സ്തോത്രം, നന്മ തിരിച്ചറിയാൻ ദൈവം തിന്മയുടെ ഒരു പശ്ചാത്തലം അനുവദിക്കുകയായിരുന്നു അവനിലൂടെ. അടുത്തത്, to provide an adversary for us to overcome and merit rewards. നമുക്ക് വേണ്ടി ഒരു എതിരാളിയെ അവിടെ നിർത്തിയിരിക്കുക. നമ്മൾ എപ്പോഴും അലേർട്ടായിരിക്കണം. അവന്റെ മേൽ ജയം കൊള്ളുന്നത് കൊണ്ട് നാം നിത്യതയിൽ ഏറിയ പ്രതിഫലങ്ങൾക്ക് അവകാശങ്ങളാകും. ഇതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അടുത്തത്, ഇവിടെ ചൊവ്വ ശ്രദ്ധിക്കണം. To be a means for our chastisement. നമ്മുടെ ജീവിതത്തിന്റെ ശുദ്ധീകരണത്തിന് ഒരു ഉപാധിയാകാൻ ദൈവം ചിലപ്പോൾ ദുഷ്ടനെ ഉപയോഗിക്കും. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ സഹോദരങ്ങളെ? കൊരിന്ത്യർക്ക് 2-ാമത്തെ ലേഖനം 12-ാം അധ്യായം 7-9 വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയും ഓരോ ശ്രീഹ പറയുന്ന വാക്കുകൾ. സ്തോത്രം. സാത്താന്റെ ദൂതൻ അവനെ കുത്താൻ ദൈവം അനുവദിച്ചിട്ടാ. എന്തിനാ? നിഗളിച്ചു പോകാതിരിക്കാൻ, അവനെ കൃപയിൽ നിർത്തേണ്ടതിന്. സ്തോത്രം. ദൈവം സാത്താന്റെ ദൂതനെ അവനെതിരായി നിയോഗിച്ചു. അങ്ങനെ എതിരായി നിയോഗിച്ചപ്പോൾ കേട്ടേ, പൗലോസ് എന്തുവാ ചെയ്തത്? നമ്മളാണ് എന്തോ ചെയ്യും, കൊച്ചിന് മേല എല്ലാം ടെസ്റ്റ് ചെയ്തൊരു കുഴപ്പമില്ല. അപ്പോൾ ഒരാൾ വെളിപ്പെട്ടു ചെയ്തൊരു പോരാട്ടമാണ്, പിശാചിന്റെ പോലെ. നമ്മളെന്തോ ചെയ്യും? എന്നെങ്കിൽ വിട്ടേര്, എടാ പിശാച്, ചവിട്ട തൊഴി ആട്ട ബഹളം, അങ്ങനെയൊക്കെ നമ്മള് മനസ്സിലാവുന്നുണ്ടോ? പൗലോസ് എന്തോ ചെയ്ത് ദൈവത്തോട് പറഞ്ഞു, ഇവനെ ഒന്ന് മാറ്റിയേക്കണം. കർത്താവ് അറിയാതെ തലേന്നൊരു മൂടി വീഴുകയാണെങ്കിൽ പിശാച് നമ്മളെ ശല്യം ചെയ്യുവാൻ ദൈവം അനുവദിക്കാതെ ഒരിക്കലും കഴിയില്ല. സ്തോത്രം. നമ്മളെപ്പോഴും ദൈവത്തോട് അടുത്ത് ചേരണം. പിശാചിന്റെ എതിർത്ത് നിന്നോണം. ദൈവത്തോട് അടുത്ത് ചേരണം. നമ്മുടെ ശുദ്ധീകരണത്തിനായി ദൈവം പിശാചിനെ തന്നെ ഉപയോഗിക്കും. കൂടുതൽ മറ്റു ഭാഗങ്ങളൊക്കെ എടുത്ത് വിശദീകരിച്ചിട്ടുള്ള സമയമില്ല. ഞാൻ അതുകൊണ്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞേക്കാം. നിങ്ങൾ തിരിച്ചു വായിച്ചോളാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 22-ാം അധ്യായം 19 മുതൽ 23 വരെ വായിക്കുമ്പോൾ ദൈവം തന്നെ ഉദ്ദേശിച്ചിട്ട് പിശാചിനെ ഉപയോഗിക്കുന്നത് കാണാം. അതുപോലെ തെസ്സലോനിക്കർക്ക് 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 11-12 വായിക്കുമ്പോൾ സത്യത്തെ അനുസരിക്കാതെ ഭോഷ്കിൽ പ്രിയപ്പെടുന്നവർക്ക് ഭോഷ്ക്ക് വിശ്വസിക്കുമാണ് വ്യാജത്തിന്റെ ന്യായവിധി വരേണ്ടത്. സകലത്തെ നിയമത്തിൽ ഉദ്ദേശത്തിനെ ഉണ്ടാക്കി അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. ഒരിക്കലും പിശാച് ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ പുറത്തല്ല.
നമ്മൾ അവനെ ഭയപ്പെടരുത്. നാം കർത്താവിനോട് പറ്റിയിരുന്നാൽ അവൻ നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ 1-2 കാര്യം കൂടി വിശദീകരിക്കാം. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ബലവാനെ പിടിച്ചു കെട്ടിട്ടല്ലാതെ അവന്റെ കോപ്പ് കവർന്നു കളവാൻ കഴിയില്ല. പിടിച്ചു കെട്ടണ്ടേ? കൺവെൻഷൻ വേദികളിലൊക്കെ ആളുകൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവർ പലപ്പോഴും ആവർത്തി ദുഷ്ടനെ ഞങ്ങൾ ബന്ധിക്കുന്നു എന്നൊക്കെ പലപ്പോഴും പറയാം. എന്നും ബന്ധിക്കും. തിങ്കളാഴ്ച ബന്ധിച്ചവൻ ചൊവ്വാഴ്ച വരെ ബന്ധിക്കണം. അതിനിടയ്ക്ക് അവൻ ചാടിക്കളിവാൻ. യോഗം തുടങ്ങുമ്പോൾ ബന്ധിച്ചു, പിന്നെ പ്രസംഗം തുടങ്ങി തൊട്ട് മുമ്പ് പിന്നെയും ബന്ധിക്കണം. പ്രമാണമില്ല. കേൾക്കുന്നുണ്ടോ? ബലവാനെ പിടിച്ചു കെട്ടി എന്റെ കർത്താവ്. കാൽവറിയിൽ ബലവാനെ പിടിച്ചു കെട്ടി. അതെ, ബലവാനെ പിടിച്ചു കെട്ടിട്ടല്ല അവന്റെ കോപ്പ് കടന്നോളാൻ കഴിയില്ല. അവനെ പിടിച്ചു കെട്ടി. ഇന്ന് അവന്റെ കോപ്പ് കവർന്നുകൊണ്ടിരിക്കുക. അവൻ വഞ്ചിച്ചിരിക്കുന്ന ആത്മാക്കളെ സ്തോത്രം ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാലും തന്റെ ഭക്തന്മാരുടെ ശുശ്രൂഷയാലും ദൈവം വിടുവിച്ചുകൊണ്ടിരിക്കുക. നീണ്ട ഒരു കയറേലാ കിട്ടിയത്. നീണ്ട ഒരു കയറേൽ എന്ന് പറഞ്ഞാൽ ആ കയറിന്റെ നീളത്തിൽ ഇവന് നടക്കാം. എന്ന് പറഞ്ഞാൽ കർത്താവ് അനുവദിക്കുന്ന പരിധിയിൽ അവന് പ്രവർത്തിക്കാം. എല്ലാവരും എന്റെ കൂടെ ഉണ്ട്. കർത്താവ് അനുവദിക്കുന്ന പരിധിയിൽ നമുക്ക് ശല്യമാകുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ നിലവിളിക്കാം. കർത്താവേ, നീ ഇവനെ ശാസിക്കണം. യൂദായുടെ നമ്മൾ വായിക്കുമ്പോൾ പ്രധാന ദൂതനായ മീഖായേൽ പോലും മോശയുടെ ചരിത്രത്തെ തർക്കിച്ചു വാദിക്കുമ്പോൾ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവരോ അറിയാത്തതല്ല ദുഷിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? നമ്മള് ഒരിക്കലും ഞാൻ ഈ ചെല്ലി കൊണ്ട് പട്ടിപ്പിശാചെ എന്ന് പറഞ്ഞ ബാക്കി കുറെ ഒരു ഭക്തന്റെ വായി വരാൻ അത്ര യോഗ്യമല്ലാത്ത കുറെ അസ്തോദ്യ വാക്കുകൾ അവന്റെ വായിൽ നിന്ന് വന്ന് ഇവരെ ശാസിക്കുന്നത് നിങ്ങൾ ചെയ്യരുത്. അവനത് രസിക്കുക. പിശാചിനെ കിട്ടിയിടാൻ നമുക്ക് അനുമാനമില്ല, നമുക്ക് അധികാരവുമില്ല, നമ്മളെ കൊണ്ട് ഒക്കുകയുമില്ല. വേറെ ചില ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നൊക്കെ സ്വർഗത്തിലും പുസ്തകത്തിലുണ്ടല്ലോ. അയ്യോ, അത് എവിടെ സന്ദർഭമൊന്നും കളയാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 15 മുതൽ 20 വരെയുള്ള ഭാഗത്താണ്. ആ ഭാഗത്ത് സഹോദരനോട് പിഴച്ചാൽ നീ അവനോട് നിങ്ങൾ ബുദ്ധിമുട്ടാക്കി നിന്റെ വാക്കുകൾ അല്ല സമ്മതിച്ചില്ലെങ്കിൽ 2 പേരെ കൊണ്ടുപോയി, എന്നിട്ട് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ സഭയുടെ വാക്ക് കേട്ടില്ലെങ്കിൽ പുറത്താക്കുക. ആ സന്ദർഭത്തിൽ പറയാം, നീ ഒരു കാര്യം നിർത്തിയാൽ നിർത്തും. സഭ ഒരു വ്യക്തിക്ക് അവന്റെ തെറ്റ് അവന് സഭയത് ഇളച്ചു കൊടുത്താൽ അല്ലെങ്കിൽ അഴിച്ചു വിട്ടാൽ അവന്റെ പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ, മനസ്സിലായോ, അത് സ്വർഗം അത് അംഗീകരിക്കുമെന്നും. എന്നാൽ അവന് അനുതാപമോ മാനസാന്തരമോ മീൻസ് കുറ്റബോധമോ മീൻസ് പാപബോധമോ ഒന്നുമില്ലാതെ അവൻ അവന്റെ ആ വല്ലാത്ത പിടിവാശിൽ തുടർന്നാൽ നിങ്ങൾ അത് കെട്ടിയത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് നമ്മുടെ ഒരു സഹോദരന്റെ നേരെ വൈരാഗ്യം വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഫലം ആത്മലോകത്തിൽ അതിന്റെ ഫലം എന്താണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരുന്നെങ്കിൽ നമ്മൾ ഹൃദയപൂർവ്വം അന്യോന്യം ക്ഷമിക്കുമായിരുന്നു. വൈരാഗ്യം വെച്ച് പുലർത്തണം, ഹൃദയപൂർവ്വം ക്ഷമിക്കണം. ആ സന്ദർഭത്തിലാണ് ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ. അല്ലാതെ നമ്മളിവിടെ പിശാചിനെ ബന്ധിക്കുമ്പോൾ സ്വർഗത്തിൽ പിശാചിനെ ബന്ധിക്കുമോ നല്ല അർത്ഥം. നമ്മളിന്ന് ഒരു സ്പിരിറ്റിസത്തിൽ വന്നു. സ്പിരിറ്റിസത്തിൽ നമ്മളങ്ങനെ ആകരുത്. പിശാചും ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ്. നമുക്ക് അവന്റെ മേൽ അധികാരം ദൈവം തന്നു. അടുത്ത ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, പാമ്പുകളെയും തേളുകളെയും ശത്രു സകല നിങ്ങൾക്ക് അധികാരം. അതിന്റെ അർത്ഥം അവിടെ മൂക്കപ്പാമ്പിനെയും കരിന്തേളിനെയും ചവിട്ടണമെന്നല്ല. അത് ആലങ്കാരിക ഭാഷയാണ്. പിശാചിനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ശത്രുവിന്റെ ബലം എന്ന് പറയുന്നത് പാപമാണ്. പാപം. ശത്രു ബലത്തിന്റെ നമുക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ പാപത്തിന്റെ മേൽ നമുക്ക് അധികാരമുണ്ട്. കോട്ടയത്ത് മുണ്ടിറക്കിയ അപ്പച്ചൻ എന്ന് പറഞ്ഞ ഭക്തനായ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. ഞാൻ കോട്ടയത്ത് വരുന്ന സമയത്ത് അദ്ദേഹത്തോട് വളരെ അടുത്ത ഒരു കൂട്ടായ്മ സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു.
അദ്ദേഹം ഒരിക്കൽ ബേക്കർ ജംഗ്ഷനിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. പതുക്കെ തന്നെ ഇതൊക്കെ പറയുക പാവം. എനിക്കും ഞാനും അദ്ദേഹത്തിന് കൂടെ ചെന്ന് നിന്നു. അദ്ദേഹം പറയുന്നത് കേട്ടത്, അദ്ദേഹം പറയാ, മനുഷ്യ നീ ചന്ദ്രനിൽ പോയത് നീ ഊറ്റം കൊള്ളുകയാണല്ലോ, പക്ഷേ ഒരു മുറിവീഴിയുടെ മുമ്പിൽ നീ തല കുനിക്കുകയല്ലേ, ഒരു മാത്രം കള്ളിന്റെ മുമ്പിൽ നീ ബലഹീനരാകുകയല്ലേ, നീ അവിടെ തല കുനിക്കുകയല്ലേ. ശരിയല്ലേ? ചന്ദ്രനിൽ പോയതല്ലേ വീണ്ടും പറയാ. പക്ഷെ ഒരു മുറിവീഴിയുടെ മുമ്പിൽ അവന് നേരെ നിൽക്കാൻ നോ എന്ന് പറയാൻ അവന് ശേഷിയില്ല. അതാ സാധാരണ മനുഷ്യൻ. നമുക്കോ ശത്രുവിന്റെ ബലത്തിന്മേൽ സകല അനുകൂല സാഹചര്യങ്ങളും വെച്ച് ശക്തിയായ പ്രലോഭനവുമായി അവൻ വന്ന് നമ്മെ കീഴ്പ്പെടുത്തുവാൻ സകല ശ്രമവും നടത്തുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവന്റെ മേൽ ജയം കൊള്ളുവാൻ, ആ ശത്രുവിന്റെ ബലത്തെ ചവിട്ടുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? കോട്ടയം മെഡിക്കൽ കോളേജ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സഹോദരൻ, പരമാർത്ഥമായി രക്ഷിക്കപ്പെട്ട സഹോദരനാണ്. ആ സഹോദരൻ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ യോഗവുമായിട്ട് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഇദ്ദേഹത്തിന്റെ വീടും ഒത്തിരി അടുത്ത് ചോദിച്ചു ഞാൻ അവിടെ ചേർന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ വീട് വിറ്റ് സാറേ. എന്ത് പറ്റിയ ഇവിടെ പുതിയ വീടാണല്ലോ, ഇത് വിറ്റ് പണി തീർന്നില്ലല്ലോ, പിന്നെ ഇതിനാ വിറ്റത്. ഞാൻ സഹോദരൻ പറഞ്ഞു, ഒരേ ഭയങ്കര കടമാണ്, ഇത് നമുക്ക് ഒക്കുകയില്ല, ഇതങ്ങ് വിറ്റ് ഇതിനേക്കാൾ ചെറിയ സ്ഥലം ഞങ്ങള് കണ്ടു, ഒരു ചെറിയ വീട്. ഇത്രയും വലിയ വീടും നമുക്കിപ്പം അത് അഫോർഡ് ചെയ്യാനുള്ള ശേഷിയില്ല. ആട്ടെ പറഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ പറഞ്ഞു, എന്തൊരു പ്രലോഭനമാണ് വരുന്നതെന്ന് അറിയാമോ? പർച്ചേസ് മെഡിക്കൽ കോളേജിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ ഉത്തരവാദിയാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ന വലിയ ബിസിനസ്സുകാരൻ, സർജിക്കൽ മെറ്റീരിയൽ സപ്ലൈർ, മെഡിക്കൽ മരുന്നിന്റെ സപ്ലൈർ, അതിന്റെ ടോപ്പ് ഫെലോ ഇദ്ദേഹത്തിന് ആ പൊസിഷൻ അപ്പോയിന്റ്മെന്റ് കിട്ടി കഴിഞ്ഞപ്പോ വീട്ടിൽ നിന്ന് മാറുകയെന്ന് പറഞ്ഞു. വൻ തുകയും കൊണ്ടുവന്ന് നിർബന്ധിക്കുക. കേൾക്കുന്നുണ്ടോ? മേടിക്ക പുറകെ നടക്കുക. അദ്ദേഹം പറഞ്ഞു, ഞാൻ നോ എന്ന് പറഞ്ഞു. എനിക്കറിയാം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അദ്ദേഹം പറയാം, ഞാൻ ഈ പോസ്റ്റിൽ അധികം ദിവസം നിൽക്കുകയല്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഞാനൊരു ദൈവ പൈതല, ഞാൻ മേടിക്കുകയല്ല. ആ വൻ തുക വേണ്ടാന്ന് വെച്ചേച്ച് വീടിന്റെ ലോൺ തിരിച്ചടയ്ക്കാൻ, ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ കാശില്ലാതെ വീട് വിറ്റ് ഒരു ചെറിയ വീട്ടിലോട്ട് മാറുന്നു. ഇതാ ശത്രുവിന്റെ ബലത്തെ ചവിട്ടുവാൻ അധികാരം. ഇവിടെ പിശാചിനെ കക്ഷത്തിൽ കിടന്നുകൊണ്ട് ഇവിടെ ചവിട്ടാം. തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയും വ്യാജവും കൈക്കൂലിയും. ചിലർ വിചാരം സർക്കാരിനെ കളിപ്പിച്ചാൽ കള്ളമല്ലെന്ന. പ്ലീസ് വഞ്ചിക്കപ്പെടരുത്. നിത്യജീവനിൽ യാതൊരു ഓഹരിയും ഉണ്ടാകില്ല. ശത്രുവിന്റെ ബലത്തെ ചവിട്ടുവാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് അധികാരമുണ്ട് ഇന്ന് രാത്രി? പരാജയപ്പെട്ടെങ്കിൽ ദൈവം ഏറ്റു പറഞ്ഞ് ദൈവസംഘം നിരപ്പ് പ്രാപിച്ചാൽ ദൈവം നിങ്ങളോട് ക്ഷമിക്കും. ദൈവം നിങ്ങൾക്ക് ബലം തരും. മനസ്സിലാവുന്നുണ്ടോ സഹോദരൻ? അതാണ് ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം. അല്ല, വഴി കാണുന്ന കുരിയാലയും അമ്പലവും കാണുമ്പോൾ അവിടെ കിടന്നുകൊണ്ട് ചുമ്മാ തൊഴിക്കുകയും ചവിട്ടുകയും ഒന്നും ചെയ്യുന്നൊന്നുമല്ല. അതിനൊന്നും പ്രമാണമില്ല. എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? ന്യായമായ വിശദീകരണം ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. പ്ലീസ്. ശത്രുവിന്റെ ബലം പാപമാണ്. അതിന്മേൽ നമുക്ക് ജയമുണ്ടാകണം. പിശാചിനെ ഭയപ്പെടരുത്. അവനോട് എതിർത്ത് നിന്നോണം. അവന്റെ മേൽ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയിക്കുന്നു പറയുവാൻ നമുക്ക് അധികാരമുണ്ട്. പക്ഷേ സ്കേവായ പുരോഹിതന് പിള്ളാര് ചെയ്ത പോലെ ചെയ്യാൻ ഇടയാകരുത്.
അവര് ചെയ്തപ്പം പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞപ്പം ഭൂതബാധിതന് അവരെ മരിച്ചാൽ വീണ് യേശുവിനെ അറിയാം, പൗലോസിനെ പരിചയമുണ്ട്, നിനക്ക് എന്നാ കാര്യം? എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? പ്ലീസ്, അവന്റെ നാമം വായിലെടുക്കുവാൻ നമുക്ക് അധികാരമുണ്ട്. നിർമ്മലതയിൽ ജീവിക്കണം, വിശുദ്ധിയിൽ ജീവിക്കണം സഹോദരങ്ങളെ. അങ്ങനെ പിശാചിന്റെ മേൽ ജയം കൊണ്ട് സ്തോത്രം യേശുക്രിസ്തു ദിവ്യ സ്വഭാവത്തിൽ കൂട്ടാളികളായി ജീവനേക്കാളേറെ കർത്താവിനെ സ്നേഹിച്ച് ഇവിടെ ജീവിക്കുന്ന ഭക്തന്മാരെ ചേർക്കാനാണ് കർത്താവ്. ജീവനേക്കാളേറെ കർത്താവിനെ സ്നേഹിക്കണം. ലൂക്കോസ് 10-ാം അധ്യായം 25 മുതൽ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ന്യായശാസ്ത്രം എന്ന കർത്താവിനോട് നിത്യത്തിന് അവകാശമൊക്കെ ഞാൻ എന്ത് വേണമെന്ന് ചോദിച്ചു. പക്ഷേ സ്വർഗത്തിൽ വരേണ്ട വേണം. ന്യായപ്രമാണം എന്തിനെനിക്ക് നീ എന്ത് വായിക്കണം? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോട് പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം. നീ പറഞ്ഞ ശരിയാ കഴിയാം, മനസ്സിലാവുന്നുണ്ടോ? സ്നേഹിക്കണം. ലൂക്കോസ് അതേ 2 അധ്യായം കൊണ്ട് പറയും. ലൂക്കോസ് 14-25 വായിക്കുമ്പോൾ ഏറിയ പുരുഷാർ യേശുവിടെ പോകുന്നു. ഭയങ്കര ആൾക്കൂട്ടം അവനെ പറയാൻ നടക്കുമ്പോൾ യേശു തിരിഞ്ഞോടോ ഒരു കാര്യം, ഒരു പിന്നാലെ വരികയും അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരനെയും സൗകര്യം സ്വന്തം ജീവനെയും ഉടപ്പായിക്കാതിരിക്കുകയും ചെയ്താൽ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ജീവനേക്കാളേറെ കർത്താവിനെ സ്നേഹിക്കണം. മനസ്സിലാവുന്നുള്ള സഹോദരങ്ങളെ, പൗലോസ് പറയുന്ന ചില വാക്കുകളൊക്കെ എങ്കിലും പ്രവൃത്തി 20-26 വായിക്കാമോ? ഒരു വാക്കൊന്ന് വായിച്ചു, ഒരു വാക്യം വായിച്ചേ. കണ്ടോ? എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാണനാണോ വലുത്? സ്തോത്രം. കർത്താവിന്റെ കൃപയിൽ നിൽക്കുന്നതാണോ വലുത്? നാം എത്ര നാൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പഴയ ഒരു പാട്ടുണ്ട്, ഒരിക്കൽ ഏവരും മരിക്കും നിശ്ചയം. അടുത്ത വാക്ക്, എല്ലാവരും മരിപ്പാൻ, ക്രിസ്തുവിനായി മരിപ്പാൻ. ഏതായാലും മരിച്ചു നോക്കൂ. കർത്താവിന് വേണ്ടി മരിക്കാനാണ് ദൈവം എനിക്ക് ഭാഗ്യം തരുന്നതെങ്കിൽ ഞാൻ റെഡി എന്ന് പറയുന്ന ഒരു വാക്ക്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ മരണപര്യന്തം അവിടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. സ്തോത്രം. എബ്രായത്തിൽ പറയുന്നു, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോട് നിങ്ങൾ എതിർത്ത് നിന്നിട്ടില്ല. സ്തോത്രം. ഗലാത്യർ 2:20 ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രയെങ്കിലും ജീവിക്കും. ഫിലിപ്പിയർ 1:21 എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നില്ല. ഇത് ഹൃദയപൂർവ്വം പറയുക നമുക്ക് കഴിയും. പ്രാണന് വേണ്ടി വാദിച്ചു ശക്തി നിൽക്കുന്നു. 7 വെള്ളിയാഴ്ച ഉപവസിച്ചു, വിടുതലാന്ന് പറയുന്നു. വേദപുസ്തകം വായിക്കുന്നവരുടെ മുമ്പിൽ ആ അത്തരം വല്ലാത്ത വേദവിപരീതങ്ങൾക്ക് വിലയില്ലാതാകും. എന്റെ പ്രാണൻ എന്റെ കർത്താവിന് ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. അവനെ ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുന്നു. അവനെ കണ്ണിന്റെ കൃഷ്ണമണിയെ പോലെ കാത്തുകൊള്ളുന്നു. പാപിയോ 100 വയസ്സുള്ളവനായി ജീവിച്ചിരുന്നാലും ശപിക്കപ്പെട്ടവനെ വരികയുള്ളൂ. ഞാൻ ദൈവകൃപയിൽ ഇന്ന് അവനെ സരിൽ ചേർക്കപ്പെടുന്നതാണ്. ദൈവകൃപയിൽ തന്നെപ്പെട്ട ദീർഘായുഷ്മാനായി ജീവിക്കുന്നതിന് നമുക്ക് കഴിയണം. അങ്ങനെയുള്ളവരാ കർത്താവിൽ ചേർക്കപ്പെടുന്നത്. സംഭവങ്ങളൊക്കെ പറഞ്ഞ കൊള്ളാം, നേരെ പോയി. എന്റെ പ്രിയ സഹോദരങ്ങളെ, ജീവനേക്കാളേറെ കർത്താവിനെ സ്നേഹിക്കണം. ഞാനിത് പറയുമ്പോൾ നിങ്ങളിൽ ആരെക്കാളും കൂടുതൽ വിശുദ്ധനും കൂടുതൽ ഭക്തനും കൂടുതൽ ധൈര്യമുള്ളവരും എന്നുള്ള നിലയിലല്ല ഞാൻ പറയുന്നത്. എന്റെ കർത്താവിന്റെ കൃപ എന്റെ മേൽ ഉള്ളതുകൊണ്ട് ഞാനിത് പറയുവാൻ ധൈര്യപ്പെടുകയാണ്. ബലഹീനരായി എനിക്ക് കർത്താവാക്കിയുള്ള നൽകുമെങ്കിൽ എന്റെ സഹോദരങ്ങളെ നമുക്ക് എല്ലാവർക്കും അതുണ്ട്. അങ്ങനെയുള്ള തന്റെ മണവാട്ടിയെ ചേർക്കുക. എത്രയും വേഗം കർത്താവ് ഭൂമിയിൽ വേറെ ആരും അറിയില്ല. കർത്താവ്
കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടുള്ള സ്വർഗത്തിൽ നിറയുകയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തി നൽകി ജീവനോടെ ശേഷിക്ക് രൂപാന്തരപ്പെട്ട് രണ്ടു കൂട്ടും ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെട്ടു. സ്തോത്രം. അതാണ് മണവാട്ടിയുടെ മണിയറയിലെ പ്രവേശനം. സ്തോത്രം. അതിനാണ് കുഞ്ഞാടിന്റെ കല്യാണം. ആരാണ് അനാദിയിലെ നിർണയം ഈ സഭയെ സംബന്ധിച്ചതാണ്. അയ്യോ, എത്രയോ പേരാണ് വേദപുസ്തകവുമായി ഒരു ബന്ധവുമില്ലാതെ അനേക തെറ്റായ വ്യാഖ്യാനങ്ങൾ നടത്തുന്നത്. കുറെ പേര് പറയുന്നുണ്ട് മണവാട്ടിയുമുണ്ട്, തോഴ്മക്കാരുമുണ്ട്, കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരുണ്ട്, മണവാട്ടിയുമുണ്ട്. എന്റെ കൂടെ ഉണ്ടോ അല്ലേ? അതിലേക്കൊക്കെ പോയാൽ നേരം പോകും. സഹോദരങ്ങളെ, കർത്താവിൽ ഒരു മണവാട്ടിയും ഒരു മണവാട്ടിയും. സ്വർഗത്തിൽ വേറെ ചപ്രാസികളൊന്നും വേണ്ട. അവര് ചിലര് ഉദാഹരണം എടുക്കുന്നുണ്ട്. മീൻസ് ഗിബയോന്യര് വിറയിൽ വീറുന്നവരും വെള്ളം കോരുന്നവരുമായി ഇസ്രായേലിന്റെ ഇടയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ ഒരു കൂട്ടം ദൈവസഭയിൽ ഉൾപ്പെടാത്ത മണവാട്ടിയല്ല, പുറത്തുള്ളവരാ, അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നു. എന്റെ കൂടെ ഉണ്ടോ? അവിടെ കൊണ്ട് എന്ത് കാണിക്കാനാ? തൂത്തുവാരാനോ? ടോയ്ലറ്റ് ക്ലീനിങ്ങിനോ? എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? കർത്താവിന്റെ ആത്യന്തികമായുള്ള കാര്യപരിപാടിയിലെ ഏക ലക്ഷ്യം ദൈവസഭയാണ്. ദൈവസഭ ഒന്നേ ഉള്ളൂ, ഒന്നേകാലില്ല. കേൾക്കുന്നുണ്ടോ സഹോദരൻ? ഒരു കൂട്ടർ 140,000 കാര്യം പറഞ്ഞു. ഇതൊക്കെ പോയ സഹോദരങ്ങളെ, സഭ അവിടെ ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്തോത്രം, ദൈവത്തിന്റെ കാര്യപരിപാടി പ്രധാന ഭാഗം കഴിഞ്ഞു. പിന്നെ ഹിസാബ് തീർക്കുക എന്ന് പറയും. അറിയാമല്ലോ, നിങ്ങൾ ഈ നാട്ടിൽ ഉള്ളതുകൊണ്ട് ആ വാക്കറിയാം. ഹിസാബ് തീർക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. സെറ്റിലിംഗ് ഓഫ് ഓൾ അക്കൗണ്ട്സ്. കാര്യങ്ങളെല്ലാം കാര്യപരിപാടി തീർക്കുക, കണക്ക് തീർക്കുക, ഹിസാബ് തീർക്കുക. കല്യാണം കഴിഞ്ഞ് മണവാളും മണവാട്ടി പോയി കഴിയുമ്പോ പന്തലിട്ടവരും കേറ്ററിംഗ് നടത്തിയവരും, മനസ്സിലായില്ലേ, വണ്ടി ഓടിച്ചവരും എല്ലാം കണക്ക് തീർക്കും. ഇതുപോലെ ദൈവം ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി അവിടുത്തെ അനാഥ നിർണയത്തിന്റെ കാര്യപരിപാടിയിൽ ഒരു പങ്ക് കൊടുത്ത് തെരഞ്ഞെടുത്ത ഇസ്രായേലിന് ഒരു കാര്യം കണക്ക് തീർപ്പുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? 7 വർഷം ഇവിടുത്തെ പീഡനകാലമാണ്. ആ പീഡനകാലത്തുകൂടി അവരെ കടത്തിവിട്ട യാക്കോബിന്റെ കഷ്ടകാലം കടത്തിവിട്ട് അവരെ ശുദ്ധീകരിക്കും. അവരെ ശുദ്ധീകരിച്ച് സഹോദരങ്ങളെ, എല്ലാവരുമല്ല, പുറമെ യഹൂദനാണ് യഹൂദനല്ല, അകമേ യഹൂദനാണ് യഹൂദൻ. അവരെ 12 ഗോത്രങ്ങളിൽ നിന്ന് 12,000 വരെ വീതം മുദ്രയിട്ട് വേർതിരിക്കും. എവിടാ മുദ്ര? നെറ്റി. നമുക്കൊരു മുദ്രയുണ്ട്. എവിടാ നമ്മുടെ മുദ്ര? ഹൃദയത്തിൽ. നമ്മുടെ മുദ്രയിട്ടൊക്കെ പരിശുദ്ധാത്മാവിനെ മുദ്രയിട്ടിരിക്കുക. ഇവരുടെ മുദ്ര എന്തിനാണെന്നറിയാമോ? പീഡനകാലത്ത് ഉണ്ടാകുന്ന ശാരീരിക ഭൗമിക പ്രശ്നങ്ങളിൽ, കഷ്ടതകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഒക്കെ ഇവർക്കൊരു സംരക്ഷണം ഉണ്ടാകാനുള്ള മുദ്രയാണ്. സഭയിലേക്കുള്ള മുദ്രയല്ല, ഉടമസ്ഥതയുടെ മുദ്രയല്ല, സംരക്ഷണത്തിന്റെ മുദ്രയാണ്. മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങളെ? അങ്ങനെ 147,000 പേര് 12 ഗോത്രത്തിൽ സ്വീകരിക്കപ്പെടും. അത് കഴിഞ്ഞ് 7 വർഷത്തിന്റെ വീണ്ടെടുത്തുള്ളൂ. ആ 7 വർഷത്തെ കാലത്ത് 666 മുദ്രയും ഇതൊക്കെ അറിയാമല്ലോ. ഇങ്ങനെ നിൽക്കുന്നില്ല. 666 എന്ന് തന്നെ ആയിരിക്കും മുദ്ര കേട്ടോ. 666 ബേസ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ശൃംഖലയിൽ അതുമായി ബന്ധപ്പെട്ട നമ്പറുകളായിരിക്കും. ലോകമെല്ലാം ഒന്നിക്കാൻ പോവാ കേട്ടോ. വിദേശങ്ങളിൽ പോകുന്നതൊക്കെ വളരെ അനാകർഷണമാകാൻ പോവുക എന്ന് പറഞ്ഞാൽ കറൻസി നോട്ടിന്റെ ഒക്കെ ഏകീകരണം ഉണ്ടാകും. യൂറോപ്പിൽ യൂറോ വന്നു, മനസ്സിലാവുന്നുണ്ടേ? ഏഷ്യയിലെല്ലാം ഒന്ന് വരും. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നാകും. ആരോ ഒരിക്കൽ പറഞ്ഞു, അമേരിക്കൻ ഡോളറും ഇന്ത്യൻ രൂപയ്ക്ക് ഒരേ വിലയാകുന്ന കാലത്ത്, മനസ്സിലാവുന്നുണ്ടോ? അത് വരും. ഇവിടുന്ന് രക്ഷപ്പെടാം, അങ്ങ് പോകണം. നാട്ടോട്ടല്ല രക്ഷപ്പെടുന്നത്, അങ്ങ് പോകാൻ ഒരുങ്ങിക്കോണം. അതൊക്കെ പീഡനകാലത്തിലാണ് സംഭവിക്കുന്നത്. എല്ലാം ഏകീകരിക്കപ്പെടാം. ലോക ഭരണ സംവിധാനം വരുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? ഈ മധ്യപൗരസ്ത്യ പ്രദേശം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താ സഹോദരങ്ങളെ? തീവ്രവാദം ശക്തിപ്പെടുക. തീവ്രവാദം എനിക്ക് വളരെ വേദന തോന്നി. എനിക്ക് സ്നേഹവും ഒക്കെ ഉള്ള ഒരു ദൈവദാസൻ ഒരിക്കൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു.
തീവ്രവാദം പ്രശ്നമാണ്. നമ്മൾ തീവ്രവാദികളായിരിക്കരുത്. നമുക്കൊരു ഇടയ്ക്ക് ഒരു വഴി പോകണം. നമ്മളങ്ങനെ തീവ്രവാദികളാകരുത്. നമുക്കൊരു മീഡിയ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് വേറൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു ഒരു ഇടയ്ക്കുള്ള വഴി. തീവ്രവാദവും ഭീകരവാദവും രണ്ടാ. നമ്മൾ ഒരിക്കലും ഭീകരവാദികളാകരുത്. പക്ഷെ സത്യത്തിന് വേണ്ടി നിന്നോണം. ഒന്നേ ഉള്ളൂ സത്യം, ഒന്നേകാലില്ല. എന്റെ കൂടെ ഉണ്ട് എല്ലാവരും. സത്യത്തിന് വേണ്ടി നിൽക്കണം. അങ്ങനെയുള്ളവരെ ചേർക്കുന്നത് പോട്ടെ, മുമ്പോട്ട് പോട്ടെ, സഭ ചേർക്കപ്പെട്ടെ. 7 വർഷം ഇവിടെ ഒരു ഭയങ്കര കഷ്ടതയായി. ആ കഷ്ടത തീരുന്ന ആ സമയം 7 വർഷം കഴിയുമ്പോൾ സഭയും കർത്താവും കൂടി ഭൂമിയിലേക്ക് എഴുന്നേണ്ടി വരും. എന്റെ ഒരു ഉപസംഹാരം പറഞ്ഞോട്ടെ. അതുവരെ കൂടെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഒത്തിരി തീർപ്പിക്കുകയില്ല. നാളെ രാവിലെ ഞങ്ങളുടെ യോഗം 7 മണിക്കുള്ളത്. അവിടെ എനിക്കും നിങ്ങളെ പോലെ തന്നെ തിരക്കിലാണ്. എന്നാൽ അത്യാവശ്യമായിട്ട് ഇപ്പൊ ഡ്യൂട്ടിക്ക് പോയി ഒക്കുള്ളൂ, ഇപ്പൊ പോയി ഒക്കുള്ളൂ എന്നുള്ളത് പ്ലീസ് ഇപ്പൊ തന്നെ എഴുതിട്ട് പോകും. ഒരു കുഴപ്പമില്ല. ഫീൽ ഫ്രീ, നോ പ്രോബ്ലം. ഞാൻ 5 മിനിറ്റ് എടുക്കും പ്ലീസ്. കുഴപ്പമില്ലല്ലോ. അല്ല, 2 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പോകേണ്ടത് ഒരു കുഴപ്പമില്ല. വലിയ ശല്യം ഉണ്ടാക്കി പോയിച്ചാൽ ബുദ്ധിമുട്ടരുത്. നിങ്ങൾക്ക് ഡ്യൂട്ടിക്ക് കയറണോ അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പൊക്കോളൂ, ഒരു കുഴപ്പമില്ല. ഫീൽ ഫ്രീ. ഇത് നമ്മുടെ കൂട്ടായ്മയല്ലേ. ബുദ്ധിമുട്ടരുത് പ്ലീസ്. ശ്രദ്ധിച്ചോളൂ. സഭയും കർത്താവും നമ്മുടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒരു മലമേൽ നിൽക്കും. ഒരു മല രണ്ടാക്കി വരും. ഉളവാകുന്ന താഴ്വരയിൽ കർത്താവും ശിഷ്യന്മാരും കർത്താവും ദൈവസഭയും കൂടെ നിൽക്കുമ്പോൾ യെരൂശലേമിന് ചുറ്റുമുള്ള ജാതികളെ അവന്റെ മുമ്പിൽ കൂട്ടും. യെരൂശലേമിന് ചുറ്റുമുള്ള ജാതികളെ, അങ്ങനെ കൂട്ടുന്ന ജാതികളെ ഇടയിൽ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നവരെ ഇടത്തോട് മാറ്റും. മത്തായി 25 ഞാനിത് പറയാൻ ഒരു മനസ്സിലൊരു താല്പര്യമുണ്ട്. കാരണം അത് തെറ്റിദ്ധാരണയ്ക്ക് വകയാകുന്നത് കൊണ്ട് മത്തായി 25 അധ്യായത്തിന്റെ 31 എന്നുള്ള ഭാഗം നിങ്ങൾ വീട്ടിൽ വായിക്കണം. മത്തായി 25 31 നിങ്ങൾ വീട്ടിൽ വായിക്കാൻ ഞാൻ പറയാം. നേരം പോയി. ഇത് അന്ത്യന്യായ വിധി അല്ല. ചെമ്മരിയാടുകളെയും കോലാടുകളെയും പോലെ വേർതിരിക്കുന്നു പറഞ്ഞത് അന്ത്യന്യായ വിധി അല്ല. അത് പീഡനകാലത്തിലെ 7 വർഷം ഇസ്രായേലിനോട് കരുണ കാണിച്ചവർക്ക് ഒരു സമ്മാനം കൊടുക്കാനായിട്ട് യെരൂശലേമിന് ചുറ്റുമുള്ള ജാതികളെ ഒരുമിച്ച് കൂട്ടുകയാണ്. വാക്യങ്ങൾ യോവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം, 11, 12 വാക്യങ്ങൾ. അതുപോലെ യെശയ്യാവിന്റെ പുസ്തകം 21-ാം അധ്യായം 13 വാക്യങ്ങൾ. ഇതൊക്കെ വായിച്ചാൽ അവിടെ ഉണ്ട്. ചുറ്റുമുള്ള ജാതികളെ ന്യായം വിധിക്കുവാൻ അവൻ സിംഹാസനം വയ്ക്കും. യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഒരു കൂട്ടരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ദേശനിവാസൻ, ദേമാംകാരെ എന്ന. അവര് ഇസ്രായേലിനോട് കൂടെ ജനം കാണിക്കുന്ന പീഡനകാലത്തിൽ അതാണ്. അവര് യുദ്ധത്തിൽ പരാജയപ്പെട്ട് ഓടി നടക്കുമ്പോൾ വീട്ടിൽ ചേർത്തുകൊള്ളും. അവരുടെ പേരിൽ ആശുപത്രിയിലാക്കും. അവരെ തടവിൽ ചെന്ന് സന്ദർശിക്കും. അങ്ങനൊക്കെ ചെയ്തവരെ അടുത്തോട്ട് പിടിച്ചു നിർത്തി വളർത്തുള്ള എന്റെ പിതാവിനെ ഇവിടെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യം നമ്മുടെ അതല്ല, അനാദിയിലെ ഒരുക്കിയത്. മനസ്സിലാവുന്നുണ്ട്? ഇവർക്കുള്ളത് ഏതാ? ലോകസ്ഥാപനം മുതൽ ഒരുക്കിയത്. അത് 1000 ആണ്ട് വായിച്ച അവകാശം. എനിക്ക് വിശ്വസം, അയ്യോ പ്രഭു ഞങ്ങൾ നിന്നെ എപ്പോ കണ്ടു. എന്റെ ഈ ചെറിയ സഹോദരന്മാർക്ക് ഇത്. അപ്പൊ യഹൂദനോട് നിൽപ്പട്ട ഇവർക്ക് നീ ശരിയാ. ഓ മുറിവേറ്റോടി വന്നപ്പോ നമ്മുടെ വീട്ടിൽ കയറ്റി ഒളിപ്പിച്ചല്ലോ, ഭക്ഷണം കൊടുത്തല്ലോ, വസ്ത്രം കൊടുത്തല്ലോ. അതാണ് ഇടത്തുള്ളവരോ ശമിക്കപ്പെട്ടവരെന്നെ വിട്ടു. പിശാച് എന്നെ വിശ്വസം കണ്ടു, നീ തന്നില്ല. പ്രഭു ഞങ്ങൾ ഇവിടെ നിന്നെ കണ്ടു. ഈ സഹോദരന്മാർക്ക് നിങ്ങൾ ചെയ്യാനിരിക്കും. ശരിയാ. അപ്പോ വീട്ടുപടിക്കൽ വന്നു നിന്ന് നിലവിളിച്ചിട്ടും ഗരാജി കയറി ഒളിക്കാൻ പോലും അനുവാദം കൊടുക്കാതെ ഉന്തി വിട്ട ആട്ടി വിട്ട. അയ്യോ അവരാധിക്കുന്നു. അവരെ ശിക്ഷാവിധിക്കുന്നു. ഇവരെ 1000 ആണ്ട് വാഴ്ച. അതുപോലെ നമ്മളുടെ ഒരു ഇന്ന് ബിരുദന്മാരായ കൂട്ടമാണ്. അവരെ ഒരു പറയുന്ന എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഏതായാലും കുറച്ചുപേരൊക്കെ അങ്ങ് പോകും. കർത്താവ് വരുമ്പോഴേ കുറച്ചുപേരൊക്കെ പോകും. പോകുമ്പോൾ എനിക്ക് മനസ്സിലാവും ഏതായാലും കർത്താവ് ഒന്ന് പോകണ്ട. കുറെ പേര് അയ്യോ ഞാൻ രക്ഷപ്പെട്ടില്ലല്ലോ, ദൈവമേ കൈവിടപ്പെട്ടു പോയോ. ഞാൻ എന്തോ ചെയ്യും? ഞാൻ യേശുവിനെ ഏറ്റു പറയും, വെട്ടുകൊണ്ട് ചാവും. പീഡനകാല രക്തസാക്ഷി അറിയാമല്ലോ. വെട്ടുകൊണ്ട് ചേർത്ത ഞാനങ്ങ് സ്വർഗത്തിൽ കയറും.
അയ്യോ സ്വർഗത്തിൽ കയറിയല്ല, പെട്ടുകൊണ്ട് ചാകുന്നവരെ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു. 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ അവർക്കൊരു പ്ലേസ് ഇല്ല. നമ്മുടെ വീട്ടിലോട്ട് ഒരാളൊരു സാറിന്റെ ഇവിടോട്ടൊന്ന് വെച്ചേക്കണേ, ഞാൻ ഒരെണ്ണം പറയുന്നത് പോവാ, ഒരു 5 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഇത് വെക്കാൻ നമുക്കൊരു സാധനം ആ ചെറുകിട കീഴിലോട്ട് വെച്ചു. ചെറുകിട കീഴിൽ വൃത്തിയായി കിടക്കണ്ട, ഇത് ഇച്ചിരി സമയത്തേക്ക് അത് കീഴിലോട്ട് കയറ്റും. മനസ്സിലായോ? ഇവർക്കൊരു സ്ഥലം ഇല്ല. പിന്നെ ഇവര് ജീവിച്ച് 1000 ആണ്ട് വിശ്വമാണ്. പീഡനകാലത്തിന്റെ ഒടുവിൽ ഈ പീഡനകാല രക്തസാക്ഷികളായവര് പഴയ ശരീരം, ഉയർത്തെഴുന്നേറ്റെന്ന വാക്കല്ല, റിസറക്ഷൻ അല്ല, റിസസിറ്റേഷൻ, പഴയ ശരീരത്തിൽ ജീവിച്ച് 1000 ആണ്ട്. കുറച്ച് വർഷങ്ങളോട് ജീവിക്കാമായിരുന്നു അവർക്ക് പീഡനകാലത്തിലെ. അരിഷ്ടപ്പെടുന്ന ജീവിതം 2-3 കൊല്ലം കൂടെ ജീവിക്കാമായിരുന്നു. പക്ഷെ ആ ജീവിതം യേശുവിന് വേണ്ടി അവർ നഷ്ടപ്പെടുത്തി, വിട്ടുകൊണ്ട് ചത്തു. അട്ടെ, 2-3 കൊല്ലം നഷ്ടപ്പെടുത്തിയല്ലേ, ഇരിക്കട്ടെ, നിനക്ക് ഇഷ്ടം പോലെ നഷ്ടപരിഹാരം 1000 കൊല്ലം സൂഹിക്കാൻ. മനസ്സിലായി? 1000 കൊല്ലം പഴയ ശരീരത്തിൽ എഴുന്നേറ്റ് ജീവിക്കും. എല്ലാവരും കൂടുമ്പോ മീൻസ് 1000 ആണ്ട്. അതിന് പീഡനത്തിന് ആരംഭത്തിൽ പിശാചിനെ കെട്ടിയിടും, അന്ന് അവനെ കെട്ടിയിടും. ഇപ്പൊ നീണ്ട കാലം കെട്ടിയേക്കെന്ന് അന്ന് മുഴുവൻ കെട്ടി ഭൂമിയിൽ നിന്ന് മാറ്റും. അറിയാമല്ലോ. എന്നിട്ട് 1000 ആണ്ട് വാഴ്ചയിൽ ആരൊക്കെ വരും? 1, ദൈവസഭ നമ്മുടെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ഭരണാധികാരികളായിട്ട് ഉണ്ടായിരിക്കും. 2, തേജസ്സിന് സിംഹാസനത്തിൽ ഇസ്രായേലിനോട് കണ്ണ കാണിച്ചിട്ട് വലത്തോട് സ്വീകരിക്കപ്പെട്ടവരുണ്ടാകും. 3, പീഡനകാല രക്തസാക്ഷികൾ ഉയർത്തെഴുന്നേറ്റവർ ഉണ്ടായിരിക്കും. 4, മുദ്രയേറ്റ 144,000 പേരുണ്ടായിരിക്കും. അവർ പീഡനത്തിൽ കഷ്ടപ്പെട്ടവരല്ല, കഷ്ടപ്പെട്ടവരിൽ നിന്ന് എടുത്തവരാ. 5, ഭൂകമ്പങ്ങളിലും കഷ്ടങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ നശിച്ചു പോകാതെ ശേഷിച്ചിരിക്കും ചുരുക്കം പേർ ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നുണ്ടാകും. ഈ 5 കൂട്ടര് തേജസ്കരിക്കപ്പെട്ട ചരിത്ര സഭ. 4 കൂട്ടർ സാധാരണ ശരീരത്തിൽ 1000 ആണ്ട് സുഖമായി ജീവിക്കും, ഐശ്വര്യത്തോടെ. ഭൂമി വൃത്തിയാവും, ഒരു പുതിയ വിധാനം വിരിക്കും. പുതിയ വിധാനം വിരിച്ച് ഭൂമി ശുദ്ധീകരിച്ച് ഭൂമിയിൽ പാർക്കും 1000 കൊല്ലം. നമ്മൾ ഭരിക്കുന്നവരും മറ്റൊരു ഭരിക്കപ്പെടുന്നവരുമായിരിക്കും. ഇത് എന്തിനാണെന്നറിയാമോ? ഒരു വലിയ ഉദ്ദേശം. 1000 ആണ്ട് വാഴ്ചയുടെ ഏറ്റവും വലിയ ഉദ്ദേശം 1, ഭൂമിയോടുള്ള നീതി, സൃഷ്ടിയോടുള്ള നീതി, ഇതൊക്കെ ഉണ്ടെങ്കിലും, പിന്നെ ശബത്തിന്റെ പൂർത്തീകരണം, നിവൃത്തികൾ, ഇതെല്ലാം ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് അന്ത്യന്യായ വിധിയിൽ ആരെങ്കിലും അവിടെ പറഞ്ഞെന്നിരിക്കട്ടെ, എന്റെ കർത്താവേ ഈ പിശാചിനെ കളിപ്പിച്ചാണേ, പിശാച്, അയ്യോ ഈ പിശാചിനെ വഞ്ചിച്ചുകൊണ്ടാണ്, ഈ പിശാചിന്റെ സ്വാധീനമുള്ള ലോകത്ത് ഞാൻ അശുദ്ധനായി ജീവിച്ചു, എന്നോട് പൊറുക്കണേ, അവനെ സ്വാധീനിച്ചുകൊണ്ട് എനിക്ക് ജീവനേക്കാൾ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലേ കർത്താവേ എന്നാരെങ്കിലും പറഞ്ഞാൽ 1000 ആണ്ട് വാഴ്ചയുടെ കാലത്ത് എന്തോന്നറിയാമോ? ചിലര് തിന്മയിലേക്ക് തിരിയും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നിങ്ങൾ വീട്ടിൽ വായിച്ചോളാം. സെഫന്യാ 3:5 101-ാം സങ്കീർത്തനം ഒടുവിലത്തെ വാക്യം അവിടെ വായിക്കുമ്പോൾ ദേശത്തിലെ ദുഷ്ടന്മാരെ രാവിലെ തോറും. അപ്പൊ രാവിലെ നശിപ്പിക്കും. 1000 ആണ്ട് വാഴ്ചയിലും പ്രത്യേകിച്ചൊന്നും ഞാൻ നല്ല സുഖം സുഭിക്ഷം. രാത്രി കിടക്കുമ്പോൾ ഒന്നും പണിയില്ലാതിരിക്കുമ്പോ നാളെ രാവിലെ ഇന്ന വേറെ പ്രാക്ടിക്കൽ ജോക്ക് ആലോചിച്ചോണ്ടോ? ഇവൻ അറിയുന്നില്ല, ഇന്റലിജൻസും ഒന്നും വേണ്ട, ഇവന്റെ ചിന്ത ദൈവസിംഹാസനം ഇടിമുഴക്കം പോലെ ഒഴുകുക. നേരം വെളുക്കുന്നതിന് മാലാറോ അത് പിടിച്ചവരെ കശാപ്പ് ചെയ്തിട്ടേ പകലുണ്ടാവും, സൂര്യനുണ്ടാവും. മനസ്സിലായി? അത്ര ഭരണം. അപ്പോൾ അന്നും അകത്തു മാറ്റം വന്നിട്ടില്ല. തിന്മയോടാണ് ആഭിമുഖ്യം. അതാണ് ഇരുമ്പ് കൊണ്ട് തകർക്കും. ശരിക്കും ഭരണമാണ്. അതാ 2-ാം സംഘത്തിൽ രാജാക്കന്മാരെ ബുദ്ധിപിടിപ്പീൻ, ഭൂതഹികൾ എങ്ങനെയാ ഭരിക്കണമെന്ന് പഠിച്ചോളാൻ. മനസ്സിലായോ? അപ്പോൾ പിശാചിന്റെ സ്വാതന്ത്ര്യം ഒന്നുമില്ലെങ്കിലും മനുഷ്യന് എന്തോ ഉണ്ട്, തെറ്റിനോടൊരു ആഭിമുഖ്യം. പിശാചിന്റെ സ്വാധീനം കൊണ്ടല്ല, നിങ്ങൾ തന്നെ അകത്ത് കുഴപ്പത്തിലാണെന്ന് അവരെ പഠിപ്പിച്ച് തെളിയിച്ച്. മനസ്സിലായോ? സ്തോത്രം. ന്യായം വിധിക്കുവാനാണ്, അതിനാണ് 1000 ആണ്ട് വാഴ്ച. അതുകൊണ്ട് സഹോദരങ്ങളെ നിർത്തട്ടെ, പിശാചിനെ കുറ്റപ്പെടുത്തുന്നു നിർത്തിക്കുക. വൈരിയാണ്, അവൻ ശത്രുവാണ്, അവൻ നമുക്കെതിരാണ്. പക്ഷെ അവൻ എന്റെ കർത്താവിന്റെ അധീനതയാണ്. അവന്റെ മേൽ നമുക്ക് ആധിപത്യം ദൈവം തന്നിരിക്കുക. സ്തോത്രം. അങ്ങനെ 1000 ആണ്ട് വാഴ്ചയും കണക്ക് തീർക്കലിന്റെ ഒരു ഭാഗമാണ്. അത് കഴിഞ്ഞ്
പിശാചിനെ അയച്ചു വിടുമ്പോൾ എല്ലാവരും അവൻ്റെ കൂടെ കൂടും. പിന്നെ അന്ത്യന്യായ വിധി. പുതിയ ആകാശം പുതിയ ഭൂമി, ചേർക്കപ്പെട്ട വിശുദ്ധ സഭയായ മണവാട്ടി മാത്രം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ഇവിടെ എൻ്റെ സഹോദരങ്ങളിൽ ആരെങ്കിലും വീഴുന്ന കാലത്ത് ഞാൻ വീട്ടുകൊണ്ടങ്ങ് കയറിക്കോളുമെന്ന് വ്യാമോഹിക്കുന്നെങ്കിൽ ആ ചിന്ത മാറ്റിവെക്കാൻ, ജീവനേക്കാളെ കർത്താവിനെ സ്നേഹിക്കുവാൻ നമ്മളൊന്ന് മനസ്സ് വെക്കാൻ. ഇനി നിങ്ങളെ വെയിറ്റ് ചെയ്യിക്കുന്നത് ശരിയല്ല, സംഹരിക്കുകയാണ്. ഈ വിഷയം അപൂർണമായി ഞാൻ ഉപസംഹരിക്കുമ്പോൾ എൻ്റെ വാക്കുകളിൽ കുറവായുള്ളത് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പൂരിപ്പിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ന്യായമായ വിശദീകരണങ്ങൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു തരാം. പക്ഷേ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എനിക്ക് ഒരാഗ്രഹമുണ്ട്. എൻ്റെ ഈ വാക്കുകൾ കേട്ട എൻ്റെ സഹോദരങ്ങളിൽ ആരും നിത്യജീവനിൽ നിന്നും സഭയിലെ അംഗമെന്ന നിലയിൽ നിന്ന് നിങ്ങൾ നഷ്ടപ്പെടരുത്. ഈ ലോകം വലുതല്ല, നമ്മളിവിടെ വെറും 5 പരദേശമാണ്. ഉണ്ണാനും ഉടുക്കാനും മാനമായി ജീവിക്കാനും ഉണ്ടെങ്കിൽ അതിലധികമായത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അത്യാഗ്രഹമാകരുത്. അതിൽ കൂടുതൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതലുള്ളവരാണ് എല്ലാ വയസ്സോരന്മാരെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു. അത് ദൈവനാമത്വത്തിന് ഉപയോഗിക്കുവാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സമ്പത്ത് വർദ്ധിച്ചാൽ മനസ്സിലാക്കരുത്, മനസ്സ് ദൈവത്തിലാകട്ടെ. സ്തോത്രം. കർത്താവേ, ഞാൻ വയലോട് വയലും വീടോട് വീടും ഡിപ്പോസിറ്റിനോട് ഡിപ്പോസിറ്റ് കൂട്ടുവാൻ, നേട്ടങ്ങളോട് നേട്ടം കൂട്ടുവാൻ ഞാൻ ഓടി 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 ദൈവകൃപയിൽ നന്ദിപ്പെടുവാൻ എനിക്കിടയാകരുത് എന്ന് പറയാം. സ്തോത്രം. അങ്ങയുടെ സാക്ഷ്യം നിൽക്കുവാൻ തിരുവേനി കൃപ തന്നെ എന്ന് പറയാം. സ്തോത്രം. അതെ, ഞാൻ മുമ്പ് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ മനസ്സിലിരിക്കട്ടെ. എനിക്ക് വേണ്ടി ദൈവം എന്ന ചിന്തയേക്കാൾ ദൈവത്തിന് വേണ്ടി ഞാൻ, ദൈവത്തിന് വേണ്ടി ഞാൻ. അതെ, നമ്മെ ദൈവം തനിക്കായി സൃഷ്ടിച്ചു. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം ഉണ്ടാക്കി. എന്റെ ദൈവത്തിനാണ് ഞാൻ. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാൽ, ഒരു നിമിഷം ഞാൻ എന്റെ ദൈവത്തിനാണ് എന്നൊന്ന് ഏറ്റു പറഞ്ഞാൽ, കർത്താവേ ഞാൻ എന്നെ നിനക്ക് തരുന്നെന്ന് പറഞ്ഞാൽ, കർത്താവേ അടിയൻ അങ്ങേ എന്റെ ജീവിതത്തിലേക്ക് എടുത്തു എന്നാണ് ഞാൻ ഇതുവരെ ചിന്തിച്ചു വന്നത്. എന്നാൽ ഈ രാത്രി ഞാൻ എന്റെ തിരുമേനിക്കായി തരുന്നു. അടിയനെ തിരുമേനിക്കായി തരുന്നു കർത്താവ്. എന്റെ ജീവൻ അവിടത്തേക്കുള്ള ജീവനേക്കാളേറെ അങ്ങ് സ്നേഹിക്കുവാൻ എനിക്ക് സ്വയമായി കഴിയുകയില്ല കർത്താവേ. എന്നാൽ അങ്ങനെ എനിക്ക് കൃപ തരണമെന്ന്, അങ്ങനെ എനിക്ക് കൃപ തരണമെന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ സഹായിക്കട്ടെ.